നമസ്തേ. വിദ്യാർത്ഥി സമൂഹം ഇന്ന് ആശങ്കയുടെ മുൾമുനയിലാണ്. ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മാരകമായ രാസലഹരിയുടെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ്. സഹപാഠിയെ ക്രൂരമായി ആക്രമിക്കുന്നവർ, പ്രണയത്തിന് കഠാരയുടെയും തോക്കിൻ്റെയും ഗന്ധം. ഇവിടെയാണ് നാടുണരേണ്ടത്, നന്മയെ കാക്കേണ്ടത്. നമ്മെ നശിപ്പിക്കുന്ന വിപത്തിൽ നിന്നും എങ്ങനെ സ്വയം പ്രതിരോധം തീർക്കാം എന്നതിനെക്കുറിച്ചുള്ള ലഹരി വിരുദ്ധ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗത ഭാഷണത്തിനായി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ജാനി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Namaste to all. It's my honor and pleasure to welcome everyone to this awareness session. Drugs ends dreams. And we are really blessed to have an eminent person, Sri Ranjish Kadavath, a police officer and a person who is handling awareness session, especially to deal with a youth who has both mental and emotional balance. I welcome you, sir. And I also welcome our principal, Jodhishan sir, headmistress Suja teacher, Mridula teacher, our manager, other teachers and dear students to this session. Without further delay, let me invite sir. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, കൗൺസിലർ, മറ്റു ടീച്ചേഴ്സ്, അതിലേറെ വേദവ്യാസയുടെ അഭിമാനമായ പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയധികം സന്തോഷം. നമ്മളൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലഹരിക്കെതിരെ ഒരു 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനമാണ്, ജൂൺ 26, അറിയാലോ. അതിൻ്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. ഇതിനെക്കുറിച്ച് പേടിയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ വലിയൊരു ടെൻഷനൊന്നും ഇല്ലാത്തത് ഈ സംഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കാലഘട്ടം വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ടെൻഷനൊന്നുമില്ല, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്നത് നിങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. കാരണം കണക്ക് ടീച്ചറെയും സയൻസ് ടീച്ചറെയും ശല്യമൊന്നുമില്ലാതെ ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ എനിക്കും പണ്ട് ഈ അവയർനെസ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാരണം ആ ശല്യങ്ങളെ സഹിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നിങ്ങളുമെന്ന് ഞാൻ കരുതുന്നു. ബോധവൽക്കരണം നടത്തിയിട്ട് ലോകത്ത് ഇന്ന് വരെ ആരും നന്നായിട്ടില്ല. നിങ്ങൾ നന്നാവുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല താനും. അപ്പോൾ നിങ്ങൾ ഈ കൊല്ല പൊട്ടാ പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളെ നന്നാക്കുക എന്നുള്ള ഉദ്ദേശമല്ല. എപ്പോഴെങ്കിലും ഈ നാശത്തിൽ അബദ്ധത്തിൽ പെട്ടുപോകുമ്പോൾ ആ ചങ്ങാതി പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുക എന്നതാണ് നമ്മളെ ഉദ്ദേശം. ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ടെൻഷനൊന്നും ഇല്ലാതിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അഫാൻ എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ട് തിരുവനന്തപുരത്ത്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കേൾക്കണമായിരുന്നു. അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള സുന്ദരക്കുട്ടപ്പനായ ഒരു ചെക്കൻ്റെ പേരാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനവും വാസവും എല്ലാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കുമിള് പോലത്തെ മുടിയുണ്ട്, 2.25 ലക്ഷം റുപ്യക്കുള്ളൊരു ബൈക്കുമുണ്ട്. അതാണ് അവൻ്റെ സമ്പാദ്യം. ഈ നാട്ടിലൂടെ കീറി മുറിച്ചുകൊണ്ട് ഈ ബൈക്ക് ഇങ്ങനെ പോക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അഫാനെ പോലെ ആകാനായിരുന്നു ഇഷ്ടം. അഫാൻ എങ്ങനെയാണ് ബൈക്ക് ഓടിക്കുന്നതെന്നും അഫാൻ എങ്ങനെയാണ് ബൈക്ക് മേടിച്ചതെന്നും അവൻ്റെ മുടി പൊക്കുവാൻ വേണ്ട പൈസ കൊടുത്തത് ആരാണെന്നും ലോകം ചർച്ച ചെയ്തില്ല. അപ്പോൾ അഫാനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അഫാനെ പോലെ ആകാനായിരുന്നു ഇഷ്ടം. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ ഇഷ്ടം? നല്ല ബൈക്ക് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു കൊതി തോന്നാറില്ല, അങ്ങനെ പോകണം. ബൈക്കിൽ പെൺകുട്ടികൾ മുടിയൊക്കെ പാറി പറന്ന് പോകുമ്പോൾ നിങ്ങൾക്കും തോന്നാറില്ല, അങ്ങനെ ഒന്ന് പോകണം അല്ലേ? സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ അഫാന് ഇങ്ങനെ പറന്നു വന്ന അഫാൻ ഈ ബൈക്കിന് പെട്രോൾ അടിക്കാൻ എവിടെ നിന്ന് പൈസ എന്ന് ലോകത്താരും ചർച്ച. നിങ്ങളിങ്ങനെ ഒരു ബൈക്ക് ഇങ്ങനെ പോകുമ്പോൾ പാവം അതിന് എത്ര പെട്രോൾ വേണം, ആ പെട്രോളിൻ്റെ പൈസ അവൻ്റെ അച്ഛൻ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കാറില്ല. നമുക്ക് ബൈക്ക് ഓടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബൈക്ക് ഇങ്ങനെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ ഒരാൾ ഓടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ 16 ആളുകൾ ദിവസം ബൈക്കുമെന്ന് വീണ് മരിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു ബൈക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ഈ പണ്ടാരക്കാലം എപ്പോഴാണ് മരിക്കുക എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
അല്ല, നിങ്ങളെ വീട്ടിൽ അച്ഛൻ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോൾ ഈ അച്ഛൻ തിരിച്ച് ജനിച്ച് ജീവനോടെ വരുമോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മനുഷ്യനും ഗംഭീരനാണെന്നുള്ള ചിന്തയാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അമ്മ ചോദിക്കാറില്ലേ എങ്ങനെയുണ്ട് പരീക്ഷ? നിങ്ങൾ എന്താ പറയാ? സൂപ്പർ. ഒന്ന് വിട്ടുപോയി. അപ്പൊ എനക്കെപ്പോഴും ഒന്ന് വിട്ടുപോയി. പക്ഷെ പരീക്ഷ പേപ്പർ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഒന്നേ ഉണ്ടാവാറുള്ളൂ. അതാണ് 49 വിട്ടുപോയി. പക്ഷെ ഇത്രയും സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്, ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളും ഞാനൊക്കെ ഒരേപോലെ തന്നെയാണ്. ഒരാപത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കും. ഇപ്പൊ അഫാനെ കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാലത്ത് ഈ സ്കൂളിലെ മിടുമിടുക്കരായ കുട്ടികൾക്ക് അഫാൻ അറിയില്ല. അപ്പൊ എനിക്ക് നിങ്ങൾ അഫാനെ പരിചയപ്പെടുത്തണം. അഫാന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പറന്നുകൊണ്ട് നടന്ന അഫാന് 2 കാമുകി ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലൊരു കാമുകി ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്തല്ല, BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അഫാന്റെ കാമുകി. സ്വാഭാവികമായിട്ട് അഫാൻ ഇങ്ങനെ പറന്നു, നാട്ടുകാരുടെ ഒപ്പരം പറന്നു, അഫാനെ പോലെ ആവാൻ വേണ്ടി കൊതിച്ചു. അഫാന്റെ വീട്ടിലെ സാഹചര്യം ആരും ആ പൊട്ടത്തി കാമുകിയും നോക്കിയില്ല. അഫാന്റെ ജീവിച്ചു പോകുന്നത് ഓൺലൈൻ ആപ്പിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടാണ് അഫാൻ ജീവിച്ചു വന്നത്. ഈ പൈസ തിരിച്ചടക്കാൻ വേണ്ടി അഫാൻ അവന്റെ അമ്മേനെയും കൂട്ടി എപ്പോഴും അവന്റെ വലിയ അച്ഛൻ്റെ അടുത്ത്, വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, വലിയച്ഛൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. വലിയച്ഛൻ എപ്പോഴും പൈസ കൊടുക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാ പൈസ കൊടുക്കുന്നതെന്ന് ഇതുവരെ ആ വലിയച്ഛൻ ചോദിച്ചിട്ടില്ല, അഫാനോട് ചോദിച്ചു. പക്ഷെ അമ്മ വലിയച്ഛനോട് എപ്പോഴും പറയും ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയച്ഛൻ പൈസ കൊടുത്തു. ചില ദിവസം വലിയച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ വല്യമ്മ പൈസ കൊടുത്തു, വല്യമ്മ. അങ്ങനെ അഫാന്റെ എല്ലാ ഭീകര കടങ്ങളും വീട്ടിയിരുന്നത് ആരായിരുന്നു? ഈ വലിയച്ഛനും വല്യമ്മയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ പണിക്കൊന്നും പോവില്ല. ഇവന് ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇങ്ങനെ ബൈക്കുമ്പോൾ പറക്കുക. ബൈക്കിന്റെ എണ്ണക്ക് പൈസ കൊടുക്കുന്നവൻ്റെ ഉമ്മക്ക് പൈസയില്ല. അച്ഛൻ കടത്തിൽ മുങ്ങിയത് കൊണ്ട് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടിൽ ജീവിക്കുകയായിരുന്നു. ആ അഫാൻ ഒരു നല്ല 9ാം ക്ലാസ്സിൽ നിങ്ങളെപ്പോലെ മിടുമിടുക്കനായ ഒരു അനിയൻ ഉണ്ടായിരുന്നു. അഫാന് ഈ അനിയനെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ ചങ്ക് ബ്രോസ് ആയിരുന്നു ഇവർ രണ്ടുപേരും, അഫാനും ഈ അനിയനും. അങ്ങനെ കാലം കഴിഞ്ഞു, ഇവർ ബൈക്കുമ്പോൾ പറന്നു. അഫാന്റെ മോൻ അനിയൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വലിയച്ഛൻ ഇടക്കിടക്ക് പൈസ കൊടുക്കുന്നു. ഒരു ദിവസം വീണ്ടും ഈ ചങ്ങാതി ഒരു 1 ലക്ഷത്തിന് മേലെ പൈസ കടം വന്നപ്പോൾ ഈ അമ്മേനെ ഭീഷണി. ശരിക്കും അമ്മക്ക് ആരോടെങ്കിലും പൈസ കടം ചോദിക്കാൻ ഇഷ്ടം ഉണ്ടാവുമോ? നിങ്ങൾ അമ്മയോട് 1 ലക്ഷം റുപ്യ അടുത്ത വീട്ടിൽ പോയി കടം ചോദിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ അമ്മ വരുമോ? അമ്മക്കൊരു മാനക്കേട് ഉണ്ടാവും, അല്ലേ? പക്ഷെ മകന്റെ കരച്ചിലിന് മുമ്പിൽ ഈ അമ്മ പോയി. അന്നും അമ്മ പോയപ്പോ ഈ വലിയച്ഛൻ പറഞ്ഞു, മോനെ എല്ലപ്പോ കടം വാങ്ങി ജീവിക്കാൻ നിനക്ക് പറ്റുമോ? നീ എന്തെങ്കിലും പണിക്ക് പോയിട്ട് ജീവിക്കണ്ടേ? എല്ലാ ദിവസവും കടം വാങ്ങിയിട്ട് നിന്റെ കടം തീർക്കാൻ എൻ്റെ അടുത്ത് പൈസ എവിടെ നിന്നാന്ന് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചോദിക്കോ ഇല്ലയോ? മനുഷ്യൻ ചോദിച്ചു. പക്ഷേ അഫാൻ അത് ഇഷ്ടപ്പെട്ടില്ല. അതുവരെ കൊടുത്ത ലക്ഷക്കണക്കിന് ഉറുപ്പിയൊക്കെ അഫാൻ മറന്നുപോയി. അവൻ്റെ വല്യമ്മയും ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ എനിക്കൊരു കല്യാണം എല്ലാം കഴിക്കണ്ടേ? എനിക്ക് പൈസയൊന്നും ഇല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇന്ത്യ ഉമ്മി എപ്പോഴും കടം വാങ്ങി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അഫാൻ തിരിച്ചു വന്നു. കാമുകീനെ വിളിച്ചു. കാമുകിയോട് പൈസക്ക് ചോദിച്ചപ്പോൾ കാമുകി പറഞ്ഞു, നമുക്ക് പിന്നെ എങ്ങനെയാ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇപ്പോഴേ ഇങ്ങനെ കടത്തിലാ ജീവിക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ മുന്നോട്ട് ജീവിക്കാൻ കഴിയാന്ന് കാമുകിയോട് പറഞ്ഞു, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു കട്ട് ചെയ്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്ന എന്താ അറിയോ? ഇവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അഫാൻ ആ കട്ടിലിൽ ഇരിക്കുന്ന അവന്റെ അമ്മയുടെ തലയിൽ ഹാമർ എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? ആ ഹാമർ കൊണ്ട് 2 അടിയങ്ങ് കൊടുത്തു. തലച്ചോറ് അമങ്ങിപ്പോയി. അമ്മ സിനിമയിൽ കാണുന്നത് പോലെ ചുമര് തൊട്ട് ഇങ്ങനെ ഇരുന്ന് പോയി. അഫാൻ വിചാരിച്ചു അമ്മ മരിച്ചുപോയി എന്ന്. നമുക്ക് ബോധമില്ല, അമ്മ മരിച്ചുപോയി എന്ന് വെച്ചു. അഫാൻ അടുക്കളയിൽ പോയി ചായ വെച്ച് കുടിച്ചു. ഒന്ന് കുളിമുറിയിൽ ബാത്റൂമിൽ പോയി നല്ലവണ്ണം കുളിച്ചു. ഷർട്ട് മാറ്റി നേരെ വിട്ടതുകൊണ്ട് വലിയച്ഛൻ്റെ വീട്ടിലേക്കായിരുന്നു. വലിയച്ഛൻ കോനാലിരിക്കുന്ന വലിയച്ഛനെ ഹാമർ കൊണ്ട് 4 അടി അങ്ങ് കൊടുത്തു. അവിടെ കഥം ഹോകയാ. നമ്മളെ മോഹൻലാൽ പറഞ്ഞ പോലെ സിംഹത്തിന്റെ മടയിൽ പോയി അങ്ങനെ ഒരു സംഭാഷണം നിങ്ങൾ അതും കേട്ടിട്ടില്ലേ? അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്ന ഒരു വല്യമ്മ പിടിക്കാൻ വന്നപ്പോൾ വല്യമ്മക്കും കൊടുത്ത് 2 അടി. അവിടുന്ന് അവൻ ഏതോ തട്ടുകടയിൽ പോയി ചായയൊക്കെ കുടിച്ച് വീട്ടിൽ വന്ന് വീണ്ടും ഇടക്കിടക്ക് കുളിക്കുന്നുണ്ടോ? നല്ലോനാണോ? അങ്ങനെ ചായ കുടിച്ച് വന്ന് ഇവന്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബെഡ്റൂമിലേക്ക് കാമുകിനെ കൂട്ടിക്കൊണ്ടുപോയി കസേലയിലിരിക്കുന്ന കാമുകീനെ
അവൻ വീണ്ടും അടിച്ചു. അപ്പോഴാണ് 4 മണി. അപ്പോഴേക്കും 4 മണിയായി. 4 മണിയാകുമ്പോൾ ഓൻ്റെ 9ാം ക്ലാസ്സിലുള്ള അനിയൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇവൻ ഈ കാമുകീനെ കുറച്ച് സൈഡാക്കേണ്ട ആവശ്യത്തിലേക്ക് ഇവൻ്റെ കയ്യിൽ 100 റുപ്യ കൊടുത്തിട്ട് പറഞ്ഞു, അനിയൻ ഏറ്റവും ഇഷ്ടമുള്ള മന്തി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഈ അനിയൻ മന്തി വാങ്ങാൻ സൈക്കിളുമ്മൽ ഓടിപ്പോയി. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം ആ അനിയൻ ആ കടയിൽ നിന്ന് കൊതിയോടുകൂടി മന്തി വാങ്ങി വരുന്ന ആ അനിയനെ നിങ്ങളൊന്ന് കാണണം. പ്രതീക്ഷയോടുകൂടി ഏട്ടനോടൊപ്പം മന്തി കഴിക്കാൻ കാത്തിരുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി വന്ന അനിയനെ ഇവൻ മന്തി കഴിക്കാൻ പോലും സമ്മതിക്കാതെ തലക്കടിച്ചു കൊന്നു. അങ്ങനെ 5 ആളെ ഇവൻ ടപടപടാവാന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊന്നു. വീണ്ടും കുളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അഫാൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഞാൻ 7 പേരെ കൊല്ലാനാണ് പോലീസെ വിചാരിച്ചത്, 5 ആയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് സന്ധ്യയായിപ്പോയി. അല്ല എങ്കിൽ ഓൻ ആരെയും കൂടി കൊള്ളുമായിരുന്നു, 2 പേരെ കൂടി കൊണ്ടുപോയിരുന്നു. അപ്പൊ സ്വന്തം അമ്മയെ നിങ്ങൾ അമ്മയോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടല്ലോ, അമ്മയോട് യുദ്ധം ചെയ്യാത്ത ഏതെങ്കിലും കുട്ടി എൻ്റെ മുമ്പിലുണ്ടാ? അച്ഛനോടാണോ അമ്മയോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യാറ്? ആരോടാ പറയാറ്? ഈ അഭോ എന്നുള്ള ഒച്ച നിങ്ങൾ അച്ഛനോട് എടുക്കുവോ? അച്ഛനോട് എടുത്തിക്കേണ്ട വിവരം അറിയോ നിങ്ങൾ? അതെന്തോന്നറിയോ? നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം അമ്മ എന്തു പറഞ്ഞാലും അമ്മ ഒരു പ്രശ്നവും നിങ്ങളോട് ഉണ്ടാക്കൂല എന്നുള്ള ബോധം ആർക്കുണ്ട്? അച്ഛനോട്. അതേസമയം അച്ഛനോട് 2, 3, 4ാമത്തെ വർത്തമാനത്തിന് അച്ഛൻ അഫാനായി മാറുമെന്നുള്ള ബോധം ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങൾക്ക് മനുഷ്യന്മാരൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ഈ അഫാൻ ഇവരൊക്കെ തച്ചമർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങി. ലോകത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അമ്മയെയും അനിയനെയും കാമുകീനെയും ഒന്നിച്ചു കൊല്ലാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യജന്മത്തിന് അങ്ങനെ പറ്റുമോ? പറ്റും. ആധുനിക ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് അച്ഛനില്ല, അമ്മയില്ല, കാമുകിയില്ല, അനിയനില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരും ഉണ്ടാവില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ അഫാന്റെ കഥ പറഞ്ഞ. എന്തിനാണെന്നറിയോ? നിങ്ങൾ ഏട്ടനാറ്റം കുഴിമന്തിയാറ്റം വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ടേ കുഴിമന്തി കൊണ്ടങ്ങ് പോകണ്ടു. കാരണം ചങ്ങാതി എങ്ങനത്തെ ചങ്ങാതിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ തല ഒന്ന് എല്ലാവരും തൊട്ട് നോക്ക്. ഈ തലക്ക് എപ്പോഴാണ് അടി വരുന്നതെന്നല്ല. 2ാമത്തെ ഒരു തലക്കടിയൊന്നുമല്ല. പക്ഷെ ഈ അപ്പൊ നിങ്ങൾ ചോദിക്കും എല്ലാവരും അഫാനാണോ എന്ന് ചോദിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയോ? ഇതേ രീതിയിൽ കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ 7 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ യുവാക്കളെ കാണാനേ ഉണ്ടാവില്ല എന്ന്. അതായത് നിങ്ങൾ ഈ ഭൂമുഖത്ത് മരിച്ചില്ല, മരിച്ചിട്ടുണ്ടെ കുഴിച്ചിടേനു. മുഴുത്ത ഭ്രാന്തന്മാരായി, ഇല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും തല്ലിക്കൊന്ന് ഈ നാട്ടിൽ ഏറ്റവും വലിയ ഭീകരവാദിയായി ഇവിടുത്തെ ഓരോ യുവാവും മാറുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? സ്നേഹം കൊണ്ടാ പറഞ്ഞത് അദ്ദേഹം. അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അഫാനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഫാന്റെ അന്യനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വലിയച്ഛനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ കാണുമ്പോൾ കാമുകീനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുത്തം വിളിക്കുന്നു, കഴുത്ത് തല അടിച്ചു കൊല്ലുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ അത് എപ്പോഴെങ്കിലും? അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് പറയാൻ ഇനി എന്തിനാ ഈ അഫാന്റെ കഥ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? നിങ്ങളെ വീട്ടിൽ ഒരു അഫാൻ ഉണ്ടാവരുത്. അപ്പൊ നിങ്ങളേക്കും എല്ലാവരും അഫാന്മാരാവുമെന്ന് വെച്ചാൽ എന്തിനാ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ എലത്തൂരുള്ള ഒരു അമ്മയാണ് ഈ അഫാന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഏറ്റവും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അമ്മയുണ്ട്. മിനി എന്നാ പേര്. എലത്തൂരാണ് ഈ അമ്മയുടെ പേര്. അമ്മയുടെ വീട് എലത്തൂരുള്ള മിനി എന്ന് പറയുന്ന അമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗെല്ലാം കഴിഞ്ഞ് മികച്ച ജോലിയുള്ളൊരു ചെക്കൻ. അവൻ ജോലിയൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്ന് കഞ്ചാവും ഇതൊക്കെ ഉപയോഗിച്ച് അമ്മയോട് നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു, പൈസ ചോദിക്കുമായിരുന്നു. അമ്മ വിചാരിച്ച് മോനെന്തോ പൈസക്ക് ചോദിക്കുമ്പോൾ അമ്മ കൊടുക്കുമല്ലോ. ഈ അമ്മ മകന് പൈസ കൊടുത്ത് അവൻ കുറെ പ്രാവശ്യം ജയിലിലായപ്പോഴും അമ്മക്ക് പ്രതീക്ഷയോടുകൂടി ഈ മകനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അഫാൻ മരിച്ച് അഫാൻ ഇവരൊക്കെ കൊന്ന് ജയിലിൽ കീഴടങ്ങിയതിന് ശേഷം ഈ മകൻ അമ്മയോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അമ്മ എനിക്ക് ഇത്ര പൈസ വേണം. ഇവൻ പറഞ്ഞു പൈസ തരൂല. അമ്മ പറഞ്ഞു പൈസ തരൂല, ഇനി എനിക്ക് പൈസ തരൂല, എൻ്റെ സമ്പാദ്യം മുഴുവൻ നിനക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ ആ മകൻ പറഞ്ഞത് മിനിയോട് പറഞ്ഞൊരു വർത്താനുണ്ട്, എല്ലാത്തിനെയും ഞാൻ കൊല്ലും, അമ്മേനെ ഞാൻ ആദ്യം കൊല്ലും, പിന്നെ അമ്മമ്മേനെ കൊല്ലും, പിന്നെ നിങ്ങളെ ഭർത്താവിനെയും ഞാൻ കൊല്ലും. അതോടുകൂടി അതുവരെ ഈ അമ്മ പല പ്രാവശ്യം ഈ മകന്റെ വായിൽ നിന്ന് ഈ ശബ്ദം കേട്ടിരുന്നുവെങ്കിലും അഫാൻ ഇവരെയൊക്കെ കൊന്നതിന് ശേഷം
ഈ അമ്മയ്ക്ക് ആ മകനെ കാണുമ്പോൾ ആരെപ്പോലെ തോന്നി? അഫാനെ പോലെ തോന്നി. അമ്മയ്ക്ക് ജീവിതത്തിൽ പേടിയുണ്ടായി. ആ അമ്മ എന്താ ചെയ്തെന്നറിയോ? എലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ എന്നെ കൊല്ലുമെന്ന് പേടിയാവുന്നു എന്ന്. ആ അമ്മ മകനെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക. ഇത് നിങ്ങളെ നാട്ടിലെ കഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ല എങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല എങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? നശിക്കരുത്. A+ മറ്റതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കണം. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അഫാന്മാർ വല്ലാതെ ഉണ്ടാവുന്നുണ്ടെന്നുള്ള. കോഴിക്കോട് ജില്ലയിലാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ രാസലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്ന ജില്ല 1 എറണാകുളവും 2 കോഴിക്കോടുമാണ്. കോഴിക്കോട് താമരശ്ശേരിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹബ്ബ്. കോഴിക്കോട് സിറ്റിയിൽ ഇങ്ങനെ വരുന്നുണ്ട് പോലും ഇത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നന്നാവണം എന്നൊന്നുമില്ല എൻ്റെ ആഗ്രഹം. ഈ സംഗതി ഈ നാട്ടിലുണ്ട്, ഈ സ്കൂളിൽ ഇല്ലാന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ലഹരിയെ കുറിച്ചിട്ടുള്ള ആപത്തിന് നിങ്ങളൊക്കെ തലച്ചോറ് കൊണ്ട് ബോധ്യവാന്മാരാകുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ എനിക്ക് ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ എൻ്റെ ടെൻഷൻ എന്താണെന്നറിയോ? ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? സൗന്ദര്യത്തിൻ്റെതല്ല, സൗന്ദര്യം ഞാനാണ്. ബാക്കി പറ. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? 21 കൊല്ലമായി പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പേടിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ഏത് സംഗതിയും നാളെ എൻ്റെ നാട്ടിൽ വരുമെന്ന് പേടിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, ഒരു നാട്ടുകാരനാണ് ഞാൻ. നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടോ? ഈ സ്കൂളിൽ നടക്കുന്ന എന്തെങ്കിലും സംഗതി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് നിങ്ങളും ഞാനും തമ്മിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ലാത്തത്. എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ 8ാം ക്ലാസ്സിലെ മകളെ പേടിയാണ്. എനിക്ക് എൻ്റെ 6ാം ക്ലാസ്സിലെ മകനെ പേടിയാണ്. കാരണം എന്താ അറിയോ? ഈ നാട്ടിൽ നടക്കുന്ന എന്ത് സംഗതിയും അവനും കൊണ്ടുവരുമെന്നുള്ള പേടി. അതുകൊണ്ട് എനിക്ക് ഇന്നു മുതൽ ഈ കോഴിക്കോടിനെ കുറിച്ച്, നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ച്, നിങ്ങളെ നാടിനെ കുറിച്ച് ജാഗ്രതയുള്ള മനുഷ്യജന്മങ്ങളായിട്ട് നിങ്ങൾ മാറണം. അതിനെന്താ നിങ്ങൾക്ക് ഇതൊന്നും ക്ലാസ് എടുത്തിട്ട് ഇതൊന്നും നന്നാവാത്ത എന്താണെന്നറിയോ? എന്തുകൊണ്ടാ? നിങ്ങൾ കുട്ടികളാണ്. അതാണ് വിഷയം. കുട്ടികളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യമുണ്ടോ? നിങ്ങൾ കുട്ടികളാണോ അല്ലയോ? നിങ്ങൾ മനുഷ്യ കുട്ടികളാണോ? അല്ല, നിങ്ങൾ മിണ്ടൊന്നുമില്ല. സംസാരമൊന്നും നിങ്ങൾക്ക് അങ്ങനെ വേദവ്യാസമില്ലേ? ഉണ്ടോ? എന്നാ മനുഷ്യ കുട്ടികളെ പ്രത്യേകത എന്താ അറിയോ? ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയുന്നവന്റെ പേരാണ് മനുഷ്യക്കുട്ടി. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ പോലെ ഇരിക്കും. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ISRO ആവുന്ന റോക്കറ്റ് വിടുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇരിക്കുന്ന കണ്ടിട്ടില്ല? ഇങ്ങനെ ISROന്റെ റൂം കണ്ടിട്ടുണ്ടോ? എനിക്ക് നിങ്ങൾ അങ്ങനെയാ തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്കെല്ലാം എന്തെല്ലോ തകരാറുള്ള പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? മനുഷ്യന്മാരെ പോലെ പെരുമാറണം. ഓക്കെ, ആർ യു റെഡി? മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? വിവരം. അതും ഇതുവരെ പഠിച്ചു. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലെത്തിയിട്ട് ഒരു കുട്ടിയോട് നിങ്ങൾ മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഈ 10 കൊല്ലം നിങ്ങൾ എന്താ പഠിച്ചത്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നിമിഷം മുതൽ നമ്മൾ മനുഷ്യന്മാരാവുന്നു. ആർ യു റെഡി? യെസ് ഓർ നോ? ഒന്നും കൂടി സൗണ്ട് പറ. എന്തോ തകരാറുണ്ട് കേട്ടാ. 10ാം ക്ലാസ്സിലെ കുട്ടികളെ യെസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടാവാത്ത വണ്ടി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് മനുഷ്യക്കുട്ടിയാവാൻ താല്പര്യമുണ്ടോ? പോരാ. മനുഷ്യക്കുട്ടിയാവാൻ താല്പര്യമുണ്ടോ? വേണ്ട. ഞാൻ ഓരോരുത്തരെ ഒപ്പിച്ചിട്ട് അങ്ങ് ചോദിപ്പിക്കാം. അപ്പൊ നിങ്ങളത് തനിക്കോണം കാണാലോ. യെസ് പറയാൻ പറ്റുന്നുണ്ടോ, നോ പറയുന്നുണ്ടോ? ഓരോ പ്രാവശ്യം ഓരോരുത്തരോടായി ചോദിക്കട്ടെ. ഞാനൊരു എക്സസൈസും കൂടി ചെയ്യിപ്പിക്കാം നിങ്ങളെ കൊണ്ട്. സ്റ്റാൻഡപ്പ്. ഭഗവാൻ, നിങ്ങളോട് ഒരു ലഹരിന്റെ ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല കേട്ടോ. സിറ്റ് ഡൗൺ. 10ാം ക്ലാസ്സിലെ കുട്ടി സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാലേ ടപ്പ എന്ന് പറഞ്ഞാൽ എണീക്കേണ്ട പ്രായമായി. ഇതിപ്പോ നിങ്ങൾ 90 വയസ്സുള്ള അച്ചാച്ചൻ ഈലും സ്പീഡിൽ എണീക്കും. ഗർഭിണികളില്ലേ ടപ്പ് എന്ന് പറഞ്ഞാൽ എണീക്കും. നിങ്ങളിപ്പം കാണുമ്പോ അച്ചാച്ചനും അല്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. സ്റ്റാൻഡപ്പ്. കണ്ട, നന്നാകുന്നുണ്ട്. ഇനിയും നന്നാവും നിങ്ങൾ. സിറ്റ് ഡൗൺ.
വെരി ഗുഡ്. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് ചടുലമായി പ്രവർത്തിക്കാൻ കഴിയുന്നവന്റെ പേരാണ് മനുഷ്യൻ. ഒരാപത്ത് വരുമ്പോൾ മുൻകൂട്ടി സെൻസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാവണം? മനുഷ്യന്മാർക്ക് ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? ജാഗ്രത ഉണ്ടാവണം. മൊബൈൽ ഫോൺ നിങ്ങളെ കയ്യിൽ തന്നതോടുകൂടി നിങ്ങൾക്ക് ജാഗ്രത ഇല്ല. നിങ്ങൾ എപ്പോഴും ഏതോ ഒരു അന്തം വിട്ട ലോകത്താണ്. എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ തന്നെയാണ്, എൻ്റെ വീടാണ് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ കേന്ദ്രം. എൻ്റെ മോൻ ഇതൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഓൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ഗൂഗിളെല്ലാം കണ്ടുപിടിച്ചോണ്ടോ അച്ഛാ ഞാനൊക്കെ ഇങ്ങനെയായത്? ഞാൻ ചോദിച്ചു, ഗൂഗിൾ ഇല്ലാത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, അതിന് അച്ഛനാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛനല്ലേടാ. ഞാൻ മനസ്സിലായില്ലേ? ഒരു 5ാം ക്ലാസ്സിലെ ചെക്കൻ എന്നോട് കഴിഞ്ഞാൽ നിങ്ങളാണോ അച്ഛൻ എന്ന്. ഞാൻ ചോദിച്ചു, പിന്നെ ആരാ എൻ്റെ അച്ഛൻ? അച്ഛൻ ഗൂഗിൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അച്ഛൻ അതിലെ അച്ഛൻ നടുക്കി. ആ പൊട്ടം പറഞ്ഞപ്പോൾ എന്നോടും എടുത്തിട്ട് ഞാൻ ഗൂഗിളിൽ ഫാദർ എന്നങ്ങ് അടിച്ചു നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫാദർ എന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടോ? ഫാദർ എന്നൊന്ന് അടിച്ചോ നിങ്ങൾ. സറാന്ന് പറഞ്ഞിട്ട് ഓരോ ഫാദറിങ് വരും അതിൽ. സൽമാൻ ഖാനെ പോലത്തെ, ഷറൂഖ് ഖാനെ പോലത്തെ, ദുൽഖർ എന്നെ പോലത്തെ പൊട്ടനൊന്നും അതിലില്ലേ ഇല്ല. ആ മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ അച്ഛനെ കണ്ട ചെക്കൻ പറയാ അച്ഛനാണോ എന്ന്. ഓൻ പറയാ എൻ്റെ സ്കൂളാണോ? സ്കൂളിൽ നിന്ന് അടിച്ചു നോക്ക് നിങ്ങള്. ഭീകര. ഈ സ്കൂളൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇതിലും മോഡിഫൈഡ് ആയിട്ടുള്ള സ്കൂളാണ് ഈ ഗൂഗിളിൽ കാണാം. അത് കണ്ട് വളരുന്നവന് അച്ഛനെ ഇഷ്ടപ്പെടുവോ? അപ്പൊ സ്വാഭാവികമായിട്ട് അതാ നിങ്ങളെ കുഴപ്പമല്ല, നമ്മളെ തലച്ചോ. അതിനു മുമ്പേ ഈ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനെന്ന് അറിയോ, നിങ്ങൾ കുട്ടികളാണ്. നിങ്ങൾ ആരാണ്? എത്ര വയസ്സ് വരെയുള്ള മനുഷ്യന്മാരാ കുട്ടികൾ? 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനുഷ്യന്മാരുടെ പേരാണ് കുട്ടി. ഒന്ന് റെസ്പോണ്ട് ചെയ്യ്. 18 വയസ്സ് വരെയുള്ള മനുഷ്യന്റെ പേരെന്താ? വെരി ഗുഡ്. നിങ്ങളൊക്കെ ആരാണ്? കുട്ടികളാണ്. നിങ്ങൾ പണക്കാരന്റെ മകനായാലും കുട്ടിയാണ്, ഇനി A+ കിട്ടിയാലും കുട്ടിയാണ്, D+ന്റെ കൂമ്പാരമാണെങ്കിലും നിങ്ങൾ ആരാണ്? കുട്ടിയാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടി എന്ന് വിളിക്കുന്നത്? കുട്ടിയെന്ന് വിളിക്കാൻ കാരണം നിങ്ങൾക്ക് 5 പ്രത്യേകതകളുണ്ട്. ഞാൻ പറയുന്ന പ്രത്യേകത നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കണ്ടല്ലോ, ഞാനും നിർത്തും. കുട്ടികളെന്ന് വിളിക്കാൻ കാരണം കുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറേ സ്പെഷ്യാലിറ്റികളുണ്ട്. മനസ്സിലായില്ലേ? കുട്ടിക്ക് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഒരു 60 വയസ്സുള്ള മനുഷ്യന്റെ തലച്ചോറിന്റെ ന്യൂറോൺസിനേക്കാൾ 10,000 ശക്തിയുള്ള ന്യൂറോൺസ് ആണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടീൻ്റെ തലച്ചോറിൽ. അതായത് നിങ്ങളാ ന്യൂറോൺസ് എല്ലാം ഇല്ലേ, നിങ്ങൾ അച്ചാച്ചന്റെ 70നേക്കാൾ 10,000 മടങ്ങ് ശക്തി നിങ്ങൾക്ക് ഉണ്ട്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ വലിയച്ഛനോ നിങ്ങൾ അച്ചാച്ചനോ ഒന്ന് സൈക്കിളൊന്ന് പഠിപ്പിച്ചു നോക്ക്. സൈക്കിൾ പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവാ? വലിയച്ഛനും സൈക്കിളും ഏതാ മടങ്ങിപ്പോവാന്ന് പറഞ്ഞുകൂടാ. ശരിയാണോ തെറ്റാണോ? ഇനി നിങ്ങൾ ആരെങ്കിലും സൈക്കിൾ പഠിപ്പിച്ചിനാ? നിങ്ങൾ ബൈക്കുമ്മക്കാരുന്ന് ചവിട്ടുന്ന ഒരൊറ്റ വിടൽ വിടുന്നു, ഗീറ് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പടപടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിക്കും. ശരിയാണോ തെറ്റാണോ? ആ ന്യൂറോൺസിന്റെ ശക്തി അത്. നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാ? ഭീകരമായ ബുദ്ധിയാണ്. ഒരു 60 വയസ്സുകാരനേക്കാൾ 1000 മടങ്ങ് ബുദ്ധി ആർക്കുണ്ട്? പക്ഷേ നിങ്ങളെ കുട്ടിയെന്ന് വിളിക്കാൻ കാരണം നിങ്ങളെ ബുദ്ധി വേണ്ടാത്ത ബുദ്ധിയാണ്. നിങ്ങൾ വേണ്ടാത്തതേ ചിന്തിക്കൂ. ഇപ്പൊ ബൈക്കുമ്പോൾ ഒരുത്തൻ ഹെൽമെറ്റ് ഇണ്ടാണ്ട് പോകുമ്പോ നിങ്ങൾക്ക് വണ്ടർഫുൾ എന്ന് തോന്നും. ഒരു ബോധമുള്ള 18 വയസ്സ് 20 വയസ്സല്ല ഞങ്ങൾ ഒരു പണ്ടാരക്കാലം ചാവാനാ പോകുന്നത്. ബൈക്കുമേൽ 3 ആള് കാണുമ്പോൾ ഒരു ബോധമുള്ള 60 വയസ്സുകാരന് പേടിയാകും. കാരണം ബൈക്കിന്റെ മുതലാളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈമേൽ 1.5 ആളെ പോകാൻ പാടുള്ളൂ, ഒരാൾ തന്നെ എങ്ങനെയോ പോകുന്നതാണ്. അപ്പൊ 3 ആള് പോകുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും 60 വയസ്സുള്ള ആളിന് പേടിക്കും. നിങ്ങൾക്കോ 2 ആളും കൂടി കയറിക്കോ സ്ഥലമുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ പറയും. കാരണം നിങ്ങൾക്ക് അന്തം വിട്ട ബുദ്ധിയാണ്. ഒരു കുട്ടീൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ? വായിക്കുക, പഠിക്കുക, കളിക്കുക, ഉറങ്ങുക. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ആകെ ചെയ്യേണ്ട സാധനം വായിച്ചു മരിക്കുക, പഠിച്ചു മരിക്കുക, കളിച്ചു മരിക്കുക, ഉറങ്ങി മരിക്കുക. ഇത് 4 നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പഠിക്കണം എന്നൊക്കെ തോന്നും. ശരിയാണോ തെറ്റാണോ? എപ്പോഴാ പഠിക്കണം എന്ന് തോന്നി നിങ്ങൾക്ക്? പരീക്ഷ പേപ്പർ ഇങ്ങ് കിട്ടുമ്പോ നിങ്ങളൊരു പ്രതിജ്ഞയുണ്ട്, ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ എനിക്ക് കുറച്ചും കൂടി കിട്ടുമായിരുന്നു. അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറയുന്ന വർത്താനം പറ, അമ്മ 5 മണിക്ക് വിളിക്കണം, നാളെ മുതൽ ഞാൻ ഭീകര പഠിപ്പാണ്, ചെറിയൊരു പാളിച്ച എനിക്ക് പറ്റിയിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? പിറ്റേന്ന് രാവിലെ അമ്മ വാഹവോ 4:30 എണീറ്റിട്ട് ഇങ്ങനെ ഉരുട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വർത്താനം പറ,
അമ്മ നാളെ മുതൽ ഉറപ്പായും പഠിക്കും നിങ്ങൾക്ക് തോന്നും. കാരണം അത് നിങ്ങളെ തലച്ചോറിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങളെ അമ്മക്ക് മനസ്സിലാണ് എൻ്റെ മോൻ്റെ തലച്ചോറ് ഇങ്ങനെയാണ് എന്ന് പറയാം, മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്. പക്ഷെ വേണ്ടാത്തത് മാത്രമേ. ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തലച്ചോറ് എന്നാ പറയാ, ആന്താ ഉപയോഗിച്ചെല്ലാവരും ചത്ത. അങ്ങനെ ഒരു ക്രോസ് ചോദ്യങ്ങൾ മനസ്സിൽ നിന്ന് വരും. ശരിയാണോ തെറ്റാണോ? ഇനി മൊബൈൽ ഫോൺ, 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി വേണ്ടാത്ത സാധനമാണ് മൊബൈൽ ഫോൺ. സ്കൂളിൽ നിന്ന് ടീച്ചർ A+B ഓൾ ക്യൂബ് എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോഴും A+B എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തപ്പൽ, ക്യൂബ് A Q ഇങ്ങനെ പറയും. മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാം അമ്മയിൽ നിന്ന് എങ്ങനെ ഒളിപ്പിക്കണം, ഏത് ബുക്കിലാണ് നിങ്ങൾ പഠിച്ചത്? ഇല്ല. പക്ഷേ സട 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ ഫോണ് ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, എടുക്കുകയും ചെയ്യുന്നുണ്ട്, കടകടാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിരുന്നോ? അമ്മ പഠിക്കുന്നു എന്ന് പഠിപ്പിച്ചിരുന്നോ? ട്യൂഷന് പോയിട്ടാണോ നിങ്ങൾ മൊബൈൽ ഫോൺ പഠിച്ചത്? അല്ല. ലോകത്ത് മൊബൈൽ ഉണ്ടാക്കിയ അയാളെക്കാൾ നല്ലോണം മൊബൈൽ ഫോൺ ആരുപയോഗിക്കും? അന്തം വിട്ട 18 വയസ്സിന് താഴെയുള്ളവർ ഉപയോഗിക്കും. ശരിയാണോ? ഇനി നിങ്ങൾ അമ്മമ്മക്ക് ഫോൺ കൊണ്ട് കൊടുത്തോക്ക്, അമ്മമ്മ ഇതും കൊണ്ട് ഉരുളുക ചെയ്യുക, എവിടെയാ ഞെക്കേണ്ടത്, ഇതെന്തെന്നായി. ശരിയാണോ തെറ്റാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അത് അമ്മമ്മേന്റെ കുഴപ്പമല്ല, നിങ്ങളെ കുഴപ്പമല്ല, നിങ്ങളെ തലച്ചോറിന്റെ പവറാണ്. അപ്പൊ വേണ്ടാത്ത ബുദ്ധിയാണ് ആർക്ക്? പറഞ്ഞോ, 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾക്ക് ഒടുക്കത്തെ ധൈര്യമായിരിക്കും, നിങ്ങൾക്കൊന്നിനെയും പേടി ഉണ്ടാവില്ല. ശരിയാണോ? പക്ഷെ 70 വയസ്സുള്ള ഒരുത്തറ അവർക്ക് ഭയങ്കര നിങ്ങളെ കുറിച്ച് പേടിയായിരിക്കും. ശരിയാ? നിങ്ങളെ അമ്മക്കെല്ലാം നിങ്ങളെ കുറിച്ച് പേടിയായിരിക്കും, നിങ്ങൾക്ക് അമ്മേനെ കുറിച്ച് ഒരു പേടി ഉണ്ടാവില്ല. ശരിയാണോ? ശരിയാണോ? യെസ് പറ, അല്ലെങ്കിൽ നോ പറ. മൂന്നാമത്തെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾക്ക് ഉപദേശം ലെവലേസ് ഇഷ്ടം ഉണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ? ഈ ടീച്ചർ 1-ാം ക്ലാസ് ഉച്ചക്ക് 2 മണിക്ക് വന്നിട്ട് മക്കളെ നിങ്ങളെല്ലാം നല്ലവണ്ണം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ കുട്ടിയാണ്, കുട്ടിക്ക് അങ്ങനെ ഏതു. പക്ഷെ ടീച്ചർ നിങ്ങൾ നന്നാണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല. ശരിയാണോ? എനിക്കും അത് ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാനില്ല, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്നെ പോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ തന്നെ കണ്ണടുത്ത കണ്ടുകൂടായിരുന്നു. കാരണം എന്താ അറിയോ? മാർക്ക് കുറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഉപദേശമുണ്ട്. സൈക്കിളും വന്ന് വീണാൽ ഉപദേശം, സൈക്കിളും വന്ന് വീണാൽ എണീപ്പിച്ചിട്ട് മരുന്ന് നോക്കുമല്ലേ വേണ്ടത്. ഞാൻ സൈക്കിളും വന്ന് വീണുമ്പോൾ ആടെ വന്നിട്ടൊരു ഉപദേശം. എൻ്റെ അച്ഛൻ്റെ ഉപദേശം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളെ അച്ഛൻ്റെ ഉപദേശവും അങ്ങനെ തന്നെയാണോ എന്ന് നോക്കണം കേട്ടാ. എൻ്റെ അച്ഛൻ്റെ ഉപദേശം എന്താ അറിയോ? എന്തിനും ഒരേ ഉപദേശം അച്ഛൻ. എൻ്റെ എല്ലാം കാലത്ത് തിന്നാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നമ്മളോട് പറയാ. എനിക്കാണെങ്കിൽ പരീക്ഷയിൽ മാർക്കും ഇല്ല. പരീക്ഷയിൽ സ്കൂളിൽ പോയാൽ ഉറപ്പാ അച്ഛന് മാഷ തെറി കിട്ടും. അച്ഛന് മാഷ തെറി കിട്ടാൽ അച്ഛൻ ആരെയാ തെറി പിടിക്കുക? ഉറപ്പാണല്ലോ. അച്ഛൻ്റെ തെറി ഇത്. എൻ്റെ എല്ലാം കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് ട്രൗസർ ഇട്ടിട്ട് എനിക്ക് 9-ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞാൻ അച്ഛനുമായിട്ട് അങ്ങ് അടിയായി. കാരണം പരീക്ഷയിലും തോറ്റ്, ഇത് കാലം കുറേ അച്ഛൻ്റെ കമൻട്രി കേൾക്കുന്നു. അവസാനം ഞാൻ 10-ാം ക്ലാസ്സിലെ കാക്കൊല പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ അച്ഛനോട് പറഞ്ഞൊരു വർത്താനമുണ്ട്. അച്ഛൻ വീണ്ടും ഇതിളക്കി എന്നോട്. ഏത് ട്രൗസറിൻ്റെയും. ഞാൻ ചോദിച്ചല്ലച്ച, അച്ഛൻ്റെ കാലത്ത് ബസ്സില്ല, അതുകൊണ്ട് അച്ഛന് പഠിക്കുവാൻ മുട്ടി. അച്ഛൻ 5-6 കിലോമീറ്റർ നടന്ന് പുറമേരി പോയി പഠിച്ച്. അതിന് ഞാനിപ്പം ബസ് വീട്ടിൻ്റെ മുമ്പിൽ വരുന്ന എനിക്ക് 10 വയസ്സ് കൊടുത്താൽ ഓർക്കാട്ട് ഹൈസ്കൂൾ എത്തും. ഈ 10 വയസ്സ് കൊണ്ട് ഓർക്കാട്ട് ഹൈസ്കൂൾ എത്തുന്ന ഒരു സംവിധാനം ഉള്ളടുത്ത് അച്ഛൻ 6 കിലോമീറ്റർ നടന്നെന്ന് വിചാരിച്ചിട്ട് ഈ മേനക ബസ്സിൻ്റെ പുറകെ ഞാൻ നടക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. പിന്നെ അച്ഛൻ്റെ ട്രൗസർ അച്ഛൻ ഒരു ട്രൗസറേ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. 6 ട്രൗസർ വാങ്ങിയിട്ട് പരീക്ഷ തോറ്റാൽ ഈ ഉണക്ക ട്രൗസറിന്റെ കണക്ക് എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയണ്ടോ? പിന്നെ തിന്നണ്ട കാര്യം, ഞാൻ ഇതുവരെ എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് തിന്നണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അമ്മയാണ് എന്നെ പെട്ടുന്തിച്ച് കയറ്റിയത്. അമ്മയാണ് ചെറുവയറിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തിന്നിപ്പിച്ചത്. സ്കൂളിൽ പോകുമ്പോൾ ഒരു പുഴുങ്ങിയ മുട്ട തൊണ്ടയിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കളിയ, എനിക്ക് വേണ്ട മുട്ട. പക്ഷെ അതെല്ലാം തിന്നിട്ട് പരീക്ഷയിൽ തോറ്റാൽ തിന്ന മുട്ടേൻ്റെ കണക്ക് പറയുന്നത് ശരിയാണോ? അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ. അപ്പൊ അച്ഛൻ പിന്നീട് എന്നോട്, എന്നാലും അച്ഛൻ വിട്ടിട്ടൊന്നുമില്ല, അവസാനം വരെ ഇത് തന്നെ. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനം എടുത്തതെന്താ അറിയോ? എനക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ഞാൻ ഓനോട് ട്രൗസറിൻ്റെ കഥ പറയില്ല. അങ്ങനെ പ്രതിജ്ഞ എടുത്തതാണ് ഞാൻ. പക്ഷെ എനിക്ക് 2 എണ്ണ ഇപ്പോൾ ഉള്ളത്.
അച്ഛനൊന്ന് പരീക്ഷ തോറ്റപ്പോൾ മാത്രമാണ് എന്നോട് ഈ കമൻട്രി പറഞ്ഞത്. എൻ്റെ മക്കളെ കാണുമ്പോൾ ഇല്ലേ എനിക്ക് തിന്ന കണക്ക് പറയേണ്ടി വരുന്നുണ്ട്. കാരണം അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു വെക്കുക തൊണ്ട. കാരണം ഞാൻ കൊടുത്തതിൻ്റെ 10 ഇരട്ടി എൻ്റെ മക്കളെ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ പ്രശ്നങ്ങൾ എനക്കും ഉണ്ട്. ഇനി നിങ്ങൾ ഭാവിയിൽ അച്ഛനാകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്ത പ്രത്യേകത നിങ്ങളെ പ്രത്യേകത എന്താ അറിയോ? അത് നല്ല രസമുള്ളൊരു പ്രത്യേകതയാണ്. നിങ്ങൾ പറയുന്നത് എന്താണോ നിങ്ങൾ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും പൊട്ടന്മാർ. അമ്മ പെൺകുട്ടിയോട് പറയാം മുടി 2 സൈഡിൽ ഇങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലേ, നിങ്ങൾ ആൺകുട്ടികളോട് മകനെ സന്ധ്യക്ക് 6:30 മണിക്ക് വീട്ടിൽ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാലാട്ടമാണോ ഈ കാലം, ഞങ്ങൾ ചങ്ക് ബ്രോസ് അങ്ങനെ പറയും. ശരിയാണോ തെറ്റാണോ? അത് നിങ്ങൾ പറയും, കാരണം നിങ്ങളെ പ്രത്യേകത. അപ്പോൾ നിങ്ങളെ പ്രത്യേകത മനസ്സിലായല്ലോ. അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ചിന്ത, ഉപദേശ ലെവൽ. ഇത് നിങ്ങൾക്ക് ഇപ്പം പരീക്ഷിച്ച് നോക്കാം. നമുക്ക് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇപ്പം നിങ്ങളോട് പറയുകയാണെ, ഈ ക്ലാസ് കഴിഞ്ഞാൽ ആരും ആ മൈക്കേൻ്റെ മേലെ ഒന്നും കയറി നോക്കരുത്. ആ സ്പീക്കർ വെച്ച സ്ഥലത്ത് കയറി നോക്കരുത്. എന്നാ സംഭവിക്കാന്നറിയോ? ഞാൻ അവിടെ എത്തുമ്പം തന്നെ കുറച്ചാൾ എന്താ കയറിയാൽ എന്താ അതിൽ നോക്കാൻ എന്താന്ന് കുറച്ച് അയിമ കയറിയിട്ടുണ്ടാവും. അതേസമയം ഇങ്ങേ സൈഡിൽ 2 ബുക്ക് വെച്ചിട്ട് ഞാൻ പറയണേ, ഈ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും ബുക്ക് തുറന്നിട്ട് നോക്കിയിട്ട് മാത്രമേ ക്ലാസ് റൂമിൽ പോകാവൂ എന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഇവിടെ തുറന്നിട്ട് പോകും, എന്നാലും അങ്ങോട്ടേക്ക് പോകില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഉപദേശ പ്രസംഗം കൊണ്ട് കാര്യമുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇപ്പം നിങ്ങൾ മനുഷ്യക്കുട്ടിയാണോ എന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ 5-10 മിനിറ്റ് ആയില്ലേ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. വെരി ഗുഡ്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇപ്പൊ എന്താ തോന്നിയത്? ഇത്രയും തങ്കപ്പെട്ട ഒരു പോലീസുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ ഉപദേശം ഭയങ്കര നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവന്റെ ഉപദേശം കൊണ്ട് ഞാൻ നന്നാകുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് പോകും. ചങ്ങായി, എനിക്ക് തോന്നിയ എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് തോന്നിയ എന്താന്ന് ഞാൻ പറയട്ടെ. ഏടുന്ന് വന്നടായി പൊട്ടെ, മനസ്സിലായില്ലേ? ഇനി ഇവനുണ്ട് എന്നെ നന്നാക്കാൻ, ഈലും വലുതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ മനുഷ്യക്കുട്ടിയാണ്. 18 വയസ്സിന് താഴെ തലച്ചോറിന് അങ്ങനെ തോന്നാൻ പറ്റൂ. അതല്ല ഇവൻ ഭയങ്കര നല്ലോനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് മൂത്ത പെരാന്താണ്. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു നല്ലോനെ കാണാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ നിങ്ങളോട് ഉപദേശിച്ചിട്ട് എന്താ കാര്യമുണ്ടോ? പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പൊ നിങ്ങൾ നശിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കണം. അപ്പൊ അഫാന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലായല്ലോ? യെസ്. രണ്ടാമതൊരു സുബൈദ ഉണ്ട് ഇവിടെ താമരശ്ശേരിയിൽ. സുബൈദന്റെ മകൻ, സുബൈദന പൊന്നുപോലെ അമ്മ നോക്കിപ്പോറ്റിയ മകനാണ് സുബൈദന്റെ മകൻ. പക്ഷെ ആ സുബൈദയാണ് അവൻ 29 വെട്ടി കഴുത്തിൽ വെട്ടിയിട്ട് കൊന്നു കളഞ്ഞത്. അപ്പൊ ഇതാണ് കേരളത്തിലെ സ്ഥിതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ കഴുത്തിന്റെ മേലെ ഇടക്കിടക്ക് തൊട്ടോക്കണം. നിങ്ങൾ അന്തം വിട്ട വീട്ടിൽ ഈ ചങ്ങായി ഉണ്ടെങ്കിൽ ഓൻ കൊല്ലും. അത് നിങ്ങൾ അച്ഛനാവാം. ഇനി രണ്ടാമത്തെ പ്രത്യേകത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലയാണ് കുട്ടികളുടെ ആത്മഹത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടുപുറകിൽ നമ്മളുണ്ട്. നമ്മൾ വിട്ടുകൊടുക്കരുത്. 2026 ആകുമ്പോഴേക്കും നമുക്ക് 1ാം സ്ഥാനത്ത് എത്തണം. അതിന് എന്ത് ചെയ്യണം? കുറച്ചാൾ നമ്മളോട് സഹകരിക്കണം. നിങ്ങൾ സഹകരിച്ചോളുമല്ലോ. നമുക്ക് 1ാം സ്ഥാനത്തേക്ക് വേണ്ടേ? പോണോ? വേണ്ട. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും കുട്ടി മരിച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അഫാൻ ജയിലിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് മരിച്ചില്ല, പക്ഷെ ക്രിട്ടിക്കലാണ് അവൻ. ഈ സുബൈദയെ കൊന്ന ചങ്ങാതി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ജയിലിൽ നിന്ന്. ഇനി 5ാം ക്ലാസ്സിലെ ചെക്കൻ എൻ്റെ നാട്ടില് കഴിഞ്ഞ ദിവസം ജനേലേൻ്റെ മേലെ തൂങ്ങി മരിച്ച്. ഓ കീശയിൽ കത്ത് ഒരു കടലാസ് എഴുതി വെച്ചു. കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: സ്കൂളിൽ നിന്ന് ടൂർ വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു. ആന്തം വിട്ട പൊട്ടെ. രണ്ടാമത്തെ, നിങ്ങളെ ഈ ഹൈലൈറ്റ് മാളിൻ്റെ അപ്പുറത്തുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ മേലേന്ന് ആ ചെക്കൻ താഴേക്ക് തുള്ളി മരിച്ചല്ലോ, 8ാം ക്ലാസ്സിലെ ചെക്കൻ. നിങ്ങൾ പോയിരുന്ന കാണണമായിരുന്നു എൻ്റെ ശവശരീരം. മേലേന്ന് താഴെ ചാടി മരിച്ച ആ ചെക്കൻ്റെ ശവശരീരം ഒരു ചവിട്ടി അരച്ച തവളേനെ പോലെ ഇങ്ങനെ കിടക്കുക. പോലീസ് ഓടി വന്ന് അവൻ്റെ ശരീരം പരിശോധിച്ച് നോക്കുമ്പോൾ കീശയിൽ നിന്നൊരു കടലാസ് കഷ്ണം കിട്ടി. ആ 8ാം ക്ലാസ്സുകാരൻ എഴുതി വെച്ചിരുന്നത് എന്താ അറിയോ? എൻ്റെ അക്വേറിയത്തിലെ മീൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങൾ മരിക്കൂല എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ദിവസവും കാണുന്ന കാഴ്ച ഈ അന്തം വിട്ട കാര്യത്തിന് പട്ടിണി കടന്നിട്ട് ഒരു കുട്ടിയും മരിച്ചിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പട്ടിണി കടന്നിട്ട് ഒരു കുട്ടിയും മരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആ ചങ്ങാതിക്കൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സ്വർഗത്തിന്നോ നരകത്തിന്നാറ്റോ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലിങ്ങി മരിക്കുന്നുണ്ടാവും. കാരണം എന്താ അറിയോ? അവൻ്റെ അച്ഛൻ്റെ കീശയിൽ നിന്ന് ഒരു 20 ഉറുപ്പ്യ കട്ടിട്ട് ഒരു മീൻകുട്ടീനെ വാങ്ങിയാൽ പോരായിരുന്ന? ഇല്ല, ആ റോഡ് മുതലുള്ള തേങ്ങ വിറ്റാൽ കിട്ടുമല്ലോ 40 ഉറുപ്പ്യ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബോധമില്ലാതെ എന്തോ ഒരു വാശിക്ക് വേണ്ടി മരിക്കുന്ന കുട്ടികളുണ്ട്. അതിനൊക്കെ പിന്നിൽ ഈ ലഹരി ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ വാദം. അപ്പോൾ ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? യെസ് ഓർ നോ? ഒന്നും കൂടി ഒച്ചത്ത് പറ. വെരി ഗുഡ്. ഒന്നും കൂടി ഷൗട്ട് ചെയ്ത് പറ. ഈ നോ എന്നൊരു ഉത്തരം ഇല്ല കേട്ടോ. നോ അല്ലെങ്കിൽ യെസ്. ഈ നോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം. ഞാനും പണ്ട് പറഞ്ഞിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോ? വെരി ഗുഡ്. എന്നാൽ ഒരു കാര്യം ഞാൻ സ്വകാര്യം അങ്ങ് പറയട്ടെ. മനുഷ്യന് ലഹരി ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബിൽഡിംഗ് കയറുക, താഴേക്ക് ചാടുക, മരിക്കുക. ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്, ഈ പുതിയ തലമുറക്ക് എന്ത് പറ്റി എന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരൻ അറിയോ? ലേബർ ഇന്ത്യയുടെ മുതലാളി, 154 രാജ്യങ്ങൾ സന്ദർശിച്ച യാത്രക്കാരൻ. സഫാരി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് കണ്ടുകളാം. നിങ്ങളെ ഫാഷൻ ചാനലിനേക്കാളെല്ലാം നല്ല ചാനലാണ് സഫാരി. നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? കേൾക്കൂല. നല്ല ചാനലുകളെ കുറിച്ച് സഫാരിൻ്റെ പ്രത്യേകത അതിൽ പരസ്യങ്ങളില്ല എന്നുള്ള, ഒരു പരസ്യം ഉണ്ടാവില്ല. അതൊന്ന് കാണണം നിങ്ങൾ. ഈ 154 രാജ്യങ്ങൾ സന്ദർശിച്ച അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കേരളത്തിലെ കുട്ടികൾ എന്താ അനുസരണയില്ലാത്ത കുട്ടികളായി മാറുന്നു, ഒന്നും പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തതെന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മറുപടി ഉണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും നല്ല മറുപടിയായി തോന്നിയത്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ എന്താ അറിയോ? കേരളത്തിലെ കുട്ടികളെല്ലാം തങ്കപ്പെട്ട കുട്ടികളാണ്. ആ കുട്ടികൾ അനുസരണയില്ല, എന്തോ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിന് കാരണം നമ്മളാണ്, അതത് പേരൻസ് ആണ്, ഈ സമൂഹമാണ്, കുട്ടികളെല്ലാം. എന്തുകൊണ്ട് അയാൾ പറഞ്ഞതെന്നറിയോ? എന്തുകൊണ്ടാണ് സന്തോഷ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, 3-ാമത്തെ വയസ്സിൽ അംഗനവാടിയിൽ പോയി പഠിപ്പ് തുടങ്ങിയ കുട്ടികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങളൊക്കെ 3-ാം ക്ലാസ്സിൽ 3 വയസ്സിൽ അംഗനവാടിയിൽ പോയിട്ടില്ലേ? 4-ാമത്തെ വയസ്സിൽ LKG പോയിട്ടില്ലേ? 5-ാമത്തെ വയസ്സിൽ UKG പോയിട്ടില്ലേ? അങ്ങനെ LKGയിലും UKGയിലും പ്രീ KGയിലും 1-ാം ക്ലാസ്സിലും പഠിച്ച് ഇപ്പം നിങ്ങൾ എത്രയിലെത്തി? 10-ാം ക്ലാസ്സിലെത്തി. അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾ എത്ര കൊല്ലമായി സ്കൂളിൽ പഠിക്കുന്നത്? 13 കൊല്ലമായി സ്കൂളിൽ പഠിക്കുന്നു. ഈ 13 കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ടും 13 കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ടും കള്ള് കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബോധം നിങ്ങളുടെ തലച്ചോറിൽ ഇല്ല എങ്കിൽ ഈ 13 കൊല്ലം പിന്നെ എന്താ സ്കൂളിൽ നിങ്ങൾ പഠിച്ചത്? ഈ റോഡിലൂടെ എങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകണമെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ഈ 13 കൊല്ലം പഠിച്ചത്? ലേസ് തിന്നാൽ കുടലിന് ക്യാൻസർ വരുമെന്നുള്ള ബോധമില്ല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ സ്കൂൾ പഠിക്കുന്നത്? ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചോപ്പിന് ചോപ്പ്, പച്ചക്ക് പച്ച, റോസിന് റോസ് നിർബന്ധമായിട്ട് ഇടണം. അത് ഇടുമ്പോൾ വൃക്കക്ക് തകരാറാകുമെന്ന്, ഡയാലിസിസ് നടത്തേണ്ടി വരുമെന്ന് ബോധമില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ 10-ാം ക്ലാസ്സിൽ എത്തിയത്? ശരിയാണോ അയാൾ ചോദിച്ചത്? മുതിർന്ന ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അറിയില്ല എങ്കിൽ പിന്നെ എന്താ കുട്ടികൾ ഇത്രയും കാലം പഠിച്ചത്? നിങ്ങൾക്ക് A+ കിട്ടിയിട്ട് കാര്യമുണ്ടോയെന്ന് ഞാനല്ല ചോദിച്ചത്. ശരിയായ ചോദ്യമല്ലേ അത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബോധതലത്തിലേക്ക്, നിങ്ങളെ മനസ്സിലേക്ക്, നിങ്ങളെ അന്തം വിട്ട ബുദ്ധിയിലേക്ക് ഇതൊന്നും കൊണ്ടുവരാൻ നമുക്കാണ് കഴിയാത്തത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണെന്നറിയോ? എന്താണ് ലഹരി ഇന്ന് 10-ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് അറിയില്ല എങ്കിൽ പിന്നെ എന്ത് ബോധവൽക്കരണത്തിന് ഞങ്ങൾ വന്നത്? പക്ഷെ ബോധവൽക്കരണത്തിന് വരാം. കാരണം എന്താ? ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവനാണോ, എനക്കാണോ ബോധമില്ലാത്തത്, അതല്ല നിങ്ങൾക്കാണോ ബോധമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായിക്കില്ല. ആർക്കും ഒരാൾക്ക് ബോധമില്ല. അതുകൊണ്ടാണല്ലോ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത്. തീർച്ചയായിട്ടും എനക്കാണ് ബോധമില്ലാത്തത്. കാരണം എന്താ പറയുക, നിങ്ങളോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അന്തം വിട്ട ബുദ്ധിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് നിങ്ങൾ അറിയാമെന്നുള്ളൂ. അപ്പൊ ലഹരിയെക്കുറിച്ച് പോലും 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയില്ല. വാട്ട് ഈസ് ലഹരി? ലഹരി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ സാധനത്തെ വീണ്ടും വീണ്ടും കാണണമെന്നും ആ വസ്തുവിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും
ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യണമെന്നും തോന്നുന്നുവെങ്കിൽ ആ സാധനമാണ്, ആ പ്രവൃത്തിയാണ്, ആ സംഗതിയാണ് ലഹരി. നിങ്ങൾക്ക് ഒരു സാധനം കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുക, എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? രാവിലെ എണീക്കുമ്പോൾ കാണണം കാണണം എന്ന് എന്തെങ്കിലും മുട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്നും ചെയ്യണമെന്നും തോന്നുന്നില്ല. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ മരിച്ചാളണം. കാരണം എന്താ പറയുക, ഒരു മനുഷ്യന് എന്തെങ്കിലും ഒന്ന് തോന്നണ്ടേ? എനിക്ക് പഠിക്കണം, എനിക്ക് കളിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു തോന്നണ്ടേ? നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ആ തലച്ചോറിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് പ്രതീക്ഷകളില്ല. മനസ്സിലായില്ലേ? ഒന്നും തോന്നുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ എന്താ മോനെ തോന്നുന്നേ? കുളിക്കണമെന്നാ? പല്ലേ കിടന്നാ? ഭയങ്കര ആട്ടോ എനിക്ക് ഇനി പല്ല് തേക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പല്ല് തേക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പല്ല് തേക്കൽ എനിക്കൊരു ലഹരിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? യെസ്. രാവിലെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എടാ ചങ്ങായി, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ചായ കുടിക്കണം എന്ന് മുട്ടുന്നുണ്ടാ? ചൂട് വെള്ളം കുടിക്കണം എന്ന് മുട്ടുന്നുണ്ടാ? ഇല്ല. രാവിലെ എണീക്കുമ്പോൾ ഉറങ്ങണം എന്ന് മുട്ടുന്നുണ്ടാ? ഉറങ്ങുമ്പോൾ ഒരു സമാധാനം ഉണ്ടാ? വീണ്ടും വീണ്ടും ഉറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഉറക്കം ലഹരിയാണ്. അല്ല നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ടാ? വീണ്ടും വീണ്ടും യാത്ര ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ യാത്ര ലഹരിയാണ്. ഓക്കെ. ഡാൻസ് കളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടോ? ഡാൻസ് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ഡാൻസ് ലഹരിയാണ്. പാട്ട് പാടുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, വീണ്ടും പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലഹരിയാണ്. വൈകുന്നേരം കളിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കളി ലഹരിയാണ്. പോട്ടെ, നിങ്ങൾക്ക് വേറെ ലഹരിയൊന്നുമില്ല. ബിരിയാണി കാണുമ്പോൾ വീണ്ടും വീണ്ടും തിന്നണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിരിയാണിയാണ് ലഹരി. അല്ല, എന്നാ ഞാൻ ശരിക്കുള്ള ഒരു കാര്യം ചോദിക്കാം നിങ്ങളോട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിക്കണം, എഴുതണം, പഠിക്കണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടാ? തോന്നൂല്ല. കാരണം എന്താ അറിയോ? നിങ്ങൾ കുട്ടിയാ, വേണ്ടാത്ത തോന്നൂല്ല നിങ്ങൾക്ക്. അപ്പൊ പഠിപ്പൊരു ലഹരി അല്ല നിങ്ങൾക്ക്. എന്നാൽ അടുത്തത് ഒരു ലഹരി ആവാൻ സാധ്യതയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കണം, റീൽസ് നോക്കണം, സ്റ്റാറ്റസ് കാണണം, ഇന്നലെ ഇട്ട പോസ്റ്റിന് എത്ര കിട്ടിയെന്ന് നോക്കണം. അങ്ങനെ തോന്നുന്നുണ്ടാ? അതും തോന്നില്ല. എങ്കിൽ നിങ്ങളെല്ലാം കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല, കളിക്കാൻ തോന്നുന്നില്ല, മൊബൈൽ ഫോൺ നോക്കാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ അച്ചിക്കള്ളന്മാരാണ്. കാരണം മനുഷ്യൻ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം വേണം. ഇല്ല എങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി നിങ്ങളെ തലച്ചോറിനെ കീഴടക്കിയിരിക്കുന്നു. പഠിക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ലഹരി മനുഷ്യനുണ്ടാവും. ഒന്നുകിൽ തിന്ന് മരിക്കണം, ഇല്ലെങ്കിൽ കളിച്ച് മരിക്കണം, ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തോണ്ടി മരിക്കണം, ഇല്ലെങ്കിൽ എഴുതി മരിക്കണം, ഇല്ലെങ്കിൽ പാട്ട് കേട്ട് മരിക്കണം. അങ്ങനെ എക്സ്ട്രാ പോട്ടെ, അതും വിട്ടേക്ക്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടാ? നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? വെരി ഗുഡ്. വാട്ട് ഈസ് കുടുംബം? അതൊക്കെ നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യന്മാരാട്ടോ. കുടുംബം എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. വാട്ട് ഈസ് കുടുംബം? സർവവ്യാപിയാ? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട്. കുടുംബം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബം ഇല്ലേ? കുടുംബം തന്നെ ആരല്ല ആടെ ഉള്ളത്? നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ആരല്ല ഉള്ളത്? അച്ഛൻ, അമ്മ, അച്ചാച്ചേ, അതാണോ കുടുംബം? കുടുംബം മീൻസ് എല്ലാവരും പറയുന്ന ഡെഫിനിഷൻ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഒന്നും കൂടി മനസ്സ് പോട്ടെ. ആടെ എല്ലാവരും കൂടുമ്പോൾ ഇമ്പമുണ്ടാ? നിങ്ങളെ അമ്മ അച്ഛനെ കാണുമ്പോൾ ലവിടെ കണ്ണാ? മനസ്സിലായില്ലേ? ഒരു ചോറുരുള്ള അങ്ങോട്ട്, ഒരു ചോറുരുള്ള ഇങ്ങോട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനെ കാണുമ്പോൾ വണ്ടർഫുൾ പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ടാ? ഉണ്ടോ? അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും വിട്ടേക്ക്, ആങ്ങളെയും പെങ്ങളെയും കാണുമ്പോൾ വണ്ടർഫുൾ സിസ്റ്റർ ഉമ്മ അങ്ങനെ പറയണ്ട. പിന്നെ എങ്ങനെയാ കൂടുമ്പോൾ ഇമ്പമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് നമ്മൾ ആഗ്രഹമാണ്. ഒരു കൂടുമ്പോൾ ഇമ്പവും ഇല്ല. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ആരെ കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടാകുന്നത്? അച്ഛനെ കാണുമ്പോൾ ഇല്ല എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അമ്മേനെ കാണുമ്പോൾ ഇല്ലേ ഇല്ല. സഹോദരി കാണുമ്പോൾ ഇല്ല. പിന്നെ ആരെ കാണുമ്പോ മുട്ടുന്നത്? ആരെ കാണുമ്പോ? എന്നാ പോട്ടെ,
വീട്ടിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്. അവിടെ ചങ്ങായി, എനിക്ക് ശരിക്കും എന്താ ലഹരി, ശരിക്കും എനിക്ക് ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അമ്മേനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുകയും വീണ്ടും വീണ്ടും കാണണമെന്ന് മുട്ടുകയും ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ലഹരി അമ്മയല്ലേ ലഹരി? എനിക്ക് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുട്ടണം, അച്ഛൻ വണ്ടർഫുൾ അച്ഛൻ ഇങ്ങനെ തോന്നണം. അങ്ങനെയാണെങ്കിൽ അച്ഛനാണല്ലോ ലഹരി. ഇനി അച്ഛന്മാർക്ക് മകളെ കാണണമെന്നും മകനെ കാണണമെന്നും മുട്ടണം. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മക്ക് ആരാണ് ലഹരി? മക്കളാണ് ലഹരി. ഇനി 4 പേർക്കും വീട്ടിലേക്ക് പോകണം എന്ന് തോന്നണം. അങ്ങനെയാണെങ്കിൽ ആർക്ക് എവിടെയാ ലഹരി? വീടാണ് ലഹരി. അതുകൊണ്ടാണ് പോലീസ് ഇതുവരെ ലഹരി വേണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പോലീസ് ലഹരിക്കെതിരെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്താണെന്നറിയോ? ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. അപ്പോൾ എൻ്റെ വേദവ്യാസയിലുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് വീട് ലഹരിയല്ല. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് അച്ഛനെ കാണുമ്പോൾ ഇഷ്ടം മുട്ടുന്നില്ല, അമ്മേനെ കാണുമ്പോൾ ചവിട്ടി ഒരക്കുവാനാണ് തോന്നുന്നത്, വീട് കാണുമ്പോൾ ബോംബിട്ട് താർക്കാനാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും മനുഷ്യന്മാരല്ല. അങ്ങനെ നിങ്ങൾക്ക് ആരോടും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് വേറെ ആരെയോ കാണുമ്പം എന്ന് മുട്ടുന്നുണ്ട്. അത് ഒരു ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ അത് വേറെ ഏതോ 2 കണ്ണായിരിക്കാം. പറഞ്ഞോ, ഏതാ കണ്ണ്? അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ള ഏതെങ്കിലും കുട്ടിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛനെയും അമ്മേനെയും ഓർമ്മയുള്ള ഏതെങ്കിലും കുട്ടിക്ക് തൂങ്ങി മരിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ ഒരു അമ്മ വീട്ടിലുണ്ടല്ലോ എന്ന് തോന്നുന്ന കുട്ടിക്ക് എങ്ങനെ ഒളിച്ചോടാൻ തോന്നുമോ? അപ്പൊ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മളെ കുടുംബം തെറ്റാണ്, ആ കൺസെപ്റ്റ് ഇല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ അച്ഛനോട് പറയണം, അച്ഛാ അന്തം വിട്ട ബുദ്ധിയാ എനക്ക്, അതുകൊണ്ട് അച്ഛൻ എന്നെ സ്നേഹിക്കണം. അമ്മ ഞാൻ ചെയ്യുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും, അതുകൊണ്ട് അമ്മ എന്നെ നിയന്ത്രിക്കണം. അത് പറയാത്തിടത്തോളം കാലം ഈ നാട് മുന്നോട്ട് പോകില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും. സംഗതി മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഏത് ലഹരിയാ ഇല്ല എന്ന് പറഞ്ഞത്? അതാണ് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ അച്ഛനാണ് ലഹരി, അമ്മയാണ് ലഹരി, കളിയാണ് ലഹരി, പഠിപ്പാണ് ലഹരി, ടീച്ചറെ കാണുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ ടീച്ചറാണ് ലഹരി, വേദവ്യാസ സ്കൂൾ കാണുമ്പോൾ ഇങ്ങനെ മുട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേദവ്യാസ സ്കൂളാണ് ലഹരി. നിങ്ങൾക്ക് ഇതൊന്നുമില്ല. പിന്നെ ഏതാ ഇല്ല എന്ന് പറഞ്ഞത്? എനിക്കറിയാം. നിങ്ങളെ മനസ്സിലുള്ള ലഹരി ഏതാണെന്നറിയോ? ഏതാണത്? നിങ്ങൾ പറയുന്നത് കള്ളും കഞ്ചാവുമാണ്. കള്ളും കഞ്ചാവും ലഹരിയല്ല, വേണ്ടാത്ത ലഹരിയാണ്, മനുഷ്യ ജന്മത്തിലേക്ക് വരാൻ പാടില്ലാത്ത ലഹരിയാ അത്. പറഞ്ഞു മനസ്സിലായില്ല? പക്ഷെ ഞാൻ ലഹരി എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ലോകത്തെ ഏത് മനുഷ്യനും ലഹരി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നത് എന്താ? വേമ്പ്ര കള്ളും കഞ്ചാവും അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാഭിമാന ബോധത്തോട് പറഞ്ഞത് എനിക്ക് ലഹരിയില്ല. കാരണം നിങ്ങളെ മനസ്സിലുള്ള സാധനം അവിടെ തന്നെ നമ്മൾ തോറ്റുപോയി. പക്ഷെ ഒരു കേരളത്തിന്റെ ഒരു സ്ഥിതി എന്നാരോ അതും കൂടി പഠിച്ചോ നിങ്ങൾ. കേരളത്തില് 2018 കേരളം ലഹരിയുടെ ഉപയോഗത്തിൽ 6ാം സ്ഥാനത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. എത്ര സ്ഥാനത്ത്? കൊറോണയ്ക്ക് ശേഷം 2025 കൂടി കേരളം ഏറ്റവും ഭീകരമായ കുടിയൻ സംസ്ഥാനം ഏതാ ഇന്ത്യയിലെ? പഞ്ചാബിനെയും സിക്കിമിനെയും ഒക്കെ തോപ്പിച്ചുകൊണ്ട് നമ്മൾ എടുത്തേക്ക് വന്നു. നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്തായാലും കേരളം ആദ്യ 3 സ്ഥാനങ്ങളിലേക്ക് കുതിച്ചെത്തി. അതിൽ കോഴിക്കോട് ജില്ലയെ എറണാകുളമാണ് കേരളത്തിലെ മിടുമിടുക്കരായ സംസ്ഥാനം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളോട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാം ഗംഭീരമായിട്ട് എന്ത് ചെയ്യണം? ഞാനൊന്നും നോ എന്ന് പറയില്ല. ഈ കോഴിക്കോട് ഈ ബൈപ്പാസ് വന്നതുകൊണ്ടാണ്. ബൈപ്പാസ് വരുന്നതിനേക്കാൾ മുമ്പ് ആ കോഴിക്കോട് പഴയ റോഡിൽ ഈ മഞ്ഞ കുറെ പെയിന്റ് അടിച്ചു വെച്ചാണ്ട് നിങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ മഞ്ഞ പെയിന്റ് കണ്ടിട്ടില്ല? എന്താ മഞ്ഞ പെയിന്റ് ഒരു വട്ടത്തിൽ ഇങ്ങനെ അടിച്ചു വെച്ചേ? അതെന്താ അറിയോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആക്സിഡൻ്റായി മരിക്കുന്നത് ബൈക്ക് ആക്സിഡൻറ്റാ. ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പോലീസ് വന്നിട്ട് വേഗം ഒരു മഞ്ഞ പെയിന്റ് ആയിട്ട് അടിക്കും. നിങ്ങൾ കണ്ടിട്ടില്ല? ഇപ്പൊ റോഡ് വന്നുകൊണ്ട് കാണുന്നില്ല. നല്ല രസാട്ടോ പെയിന്റ്. ഒരു ചാണോന അല്ല പശു അപ്പിയിട്ട പോലെ ഇങ്ങനെ ഇങ്ങനെ അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? പോരാ, നമുക്ക് കേരളത്തിലെ റോഡ് മുഴുവൻ മഞ്ഞ കളറാക്കണം. അതിനെന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ ബൈക്കുമ്മ കയറി കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ചിരിച്ച് മരിച്ചു. കാരണം നിങ്ങളെ തലച്ചോറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ആക്സിഡൻ്റ് ആയ ജന്മത്തിനെ കണ്ടിട്ടുണ്ടോ? തലച്ചോറിൽ ഇങ്ങനെ ആഹാ, ഇത് ഓണത്തിന്റെ പൂക്കളം പോലെ കേട്ടോ. തലച്ചോറ് പൊട്ടിയാൽ ചോറ് വെള്ള, കുറച്ച് കറുപ്പ്, കുറച്ച് ചോപ്പ്, ഇതെല്ലാം അടിച്ചു വാരി ദിവസവും നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നവൻ്റെ പേര് പോലീസുകാരെന്നാ.
അതുകൊണ്ട് ഇനി എനിക്ക് ആക്സിഡന്റിനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ 9 ആക്സിഡന്റ് ആയ ഒരു ചങ്ങയാണ്. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ ഇത്രയും സൗന്ദര്യം ഉണ്ടാവാൻ കാരണം ആക്സിഡന്റാണ്. ഒന്നും ഞാൻ കൊണ്ടുപോയി കുത്തിയല്ല, എല്ലാം എന്നെ വന്ന് കുത്തിയാണ്. ഞാൻ എല്ലാം ഏറ്റുവാങ്ങിയ ഒരു ചങ്ങ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. എൻ്റെ ആദ്യത്തെ ആക്സിഡന്റ് നല്ല രസമാട്ടോ. ആളുകൾ കാണാൻ വരുന്നു, മുന്തിരി കൊണ്ടുവരുന്നു. ഞാൻ വിചാരിച്ചേ ഒന്ന് ഇടക്കിടക്ക് ആക്സിഡന്റ് ആയിക്കോട്ടേനും. അങ്ങനെ ആക്സിഡൻ്റായി കുറേ കാലം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ആരും വരൂല. ഫ്രണ്ട്സ് നമ്മളെ വിട്ടളിയും. എനിക്ക് വാട്സപ്പിലൊക്കെ ദിവസം 10, 40, 60 ഗുഡ് മോർണിംഗ് ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ. എനിക്കതുകൊണ്ട് എൻ്റെ അമ്മേനും അച്ഛനും ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് ചങ്കു ബ്രോസ്. ഇങ്ങനെ വാട്സപ്പിലെല്ലാം രാവിലെ കിടുകിടുകിട് എന്ന് പറയുമ്പോൾ എനിക്കൊരു കുളിർമയായിരുന്നു. ആക്സിഡൻ്റായി 3-ാമത്തെ ദിവസം പൈസയെല്ലാം അങ്ങ് തീർന്നപ്പോൾ കൂട്ടുകാരോട് തന്നെ പൈസ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് കൂട്ടുകാരൻ്റെ അഡ്രസ്സേ ഇല്ല. ഒരു 8 മാസം ആകുമ്പോഴേക്കും വാട്സപ്പിലുള്ള ഗുഡ് മോർണിംഗിൻ്റെ എണ്ണം കുറഞ്ഞ്. ഞാൻ അവസാനം ഒരു പാമ്പും കൂടി കഴിച്ചാൽ മെഡിക്കൽ കോളേജിലെ ICU കിടന്നപ്പോൾ എൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ റൂമിന് പുറത്ത് കിടന്നത്. മെഡിക്കൽ കോളേജിൽ പുറത്ത് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഭാര്യ ഒരു പായിൽ കിടക്കുമ്പോൾ ആകെ ഒരു പ്രാവശ്യം നമ്മളെ കാണാൻ വരുമ്പോൾ എനിക്ക് ഭാര്യയോട് ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. ഭാര്യ എന്നെ ഇഷ്ടത്തോടു കൂടി കാണാൻ വരുമ്പോൾ എനിക്ക് ഭാര്യയോട് ചോദിച്ച ചോദ്യമുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊന്നും വന്നില്ല, ഇഞ്ചെന്നെ ഇങ്ങനെ വരേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചാൽ ഭാര്യനാക്കി ഒരൊറ്റ പോക്കാണ്. അവസാനം ICUയിൽ നിന്ന് എന്നെ ഉന്തി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആരെയാണെന്നറിയോ? ഞാൻ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചു പോന്നിരുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ പുറത്തുണ്ടാവുന്ന വിചാരിച്ചു. ഒരൊറ്റ പൊട്ടന്മാരുമാണല്ലോ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. എനിക്ക് അവരെ കണ്ടപ്പോൾ ഉള്ള ദേഷ്യം ഉണ്ടല്ലോ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നമുക്ക് ആപത്തുണ്ടാകുമ്പോൾ നമ്മളെ കൂടെ ആകെ ഉണ്ടാവുക നമ്മളെ അച്ഛനും അമ്മയും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഭാര്യയും കുറച്ചാലേ ഉണ്ടാവും, ഓളും അങ്ങ് പോകും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പക്ഷെ ഈ അമ്മയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവുക. എന്ത് പറയുമ്പോൾ പറയുന്നത് എന്തുകൊണ്ടാ? അമ്മ നമ്മളെ വിട്ടുപോകില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല ബുദ്ധിയുണ്ട് നിങ്ങൾക്ക്. പക്ഷെ വേണ്ടാത്ത ബുദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് എല്ലാത്തിലും കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നമ്മളോടൊന്ന് സഹകരിക്കണം. അപ്പൊ നമുക്ക് മഞ്ഞ പെയിന്റ് ആക്കണോ? റോഡ് മുഴുവൻ ആക്കണോ? ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 18 വയസ്സിന് താഴെ വാഹനം ഓടിക്കരുത് എന്ന് നിയമമുള്ള നാട്ടിൽ വാഹനം ഓടിക്കുക നിങ്ങൾ. ഇനി അതുകൊണ്ടാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബൈക്ക് ഓടിക്കരുത് എന്ന് നിയമം കൊണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വേണ്ടാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് നിയമം കൊണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ അന്തം വിട്ട ബുദ്ധി. നിങ്ങളോടൊരു സാധനം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണം ഉപയോഗിക്കലായിരിക്കും. ശരിയാണോ? ബൈക്ക് ഓടിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു 40 സ്പീഡിലെല്ലാം എത്തുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾ ഓർമ്മ വരും. അപ്പം ഞാൻ സ്ലോ ആക്കും. നിങ്ങൾക്കോ 40-ലെത്തുമ്പോൾ അയ്യോ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ആരാണ് ഇനി ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് എപ്പം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് സ്പീഡോ മീറ്ററിന് ഇങ്ങേ അറ്റത്തേക്ക് മുട്ടിക്കാനാ തോന്നുക. അതുകൊണ്ട് നിങ്ങൾ പറക്കും, ചത്ത് പണ്ടാരടങ്ങും. അതുകൊണ്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ടവകാശം തരാത്തത്. വോട്ടവകാശം തന്നാൽ എന്താ കുഴപ്പം? അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ചിന്ത. നിങ്ങൾ മാത്രമാണ് ശരി. ഇന്ത്യയിലും പണ്ടേ വിറ്റു, നിങ്ങൾ വേണ്ടാത്തോലിക്കാ വോട്ട് ചെയ്യുക. അങ്ങനെ ഇന്ത്യ എന്തായി പോവും? പാപ്പർ സൂട്ടായിപ്പോൾ. അതുകൊണ്ട് 18 വയസ്സ് വരെ നിങ്ങൾ നിയന്ത്രണത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യൻ നിയമം പറഞ്ഞത് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കൾ ഉണ്ടാവണം, ചങ്കൂറ്റമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവണം, ചങ്കൂറ്റമുള്ള പോലീസുകാരുണ്ടാവണം ഇവിടെ. അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാം പൊട്ടത്തെറ്റായിരിക്കും, അതിനെ നിയന്ത്രിക്കാൻ ചങ്കൂറ്റമുള്ളവരുണ്ടാവണം. നിങ്ങളെ വീട്ടിൽ ഇപ്പം എങ്ങനെയാ? നിങ്ങൾ അച്ഛനാണോ അമ്മക്കാണോ ചങ്കൂറ്റം? നിങ്ങൾക്കാണോ ചങ്കൂറ്റം? നിങ്ങൾ ടീച്ചേഴ്സിനാണോ? നിങ്ങൾക്കാണോ ചങ്കൂറ്റം? എൻ്റെ മോൾ എന്നോട് കഴിഞ്ഞ ദിവസം പറയാണ്, അച്ഛാ ഞാൻ എൻ്റെ വീട്ടിലെ പ്രത്യേകത വെച്ചാൽ എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കണം, ഭാര്യേൻ്റെ ഡ്രസ്സെല്ലാം ഓൾ അലക്കണം, മക്കളെ 8ാം ക്ലാസ്സിലെ ഡ്രസ്സെല്ലാം ഓൾ അലക്കണം, 4ാം ക്ലാസ്സിലെ ചെക്കൻ ഓൻ്റെ ഡ്രസ്സ് അലക്കണം. എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയുക? നിങ്ങൾ എൻ്റെ ചെക്കൻ ഈ പ്രവൃത്തി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് 5ഉം 8ഉം ട്രൗസറിലുണ്ടാവും. ഓനിങ്ങനെ കൂട്ടിയിടും. നമ്മളെല്ലാം കൂട്ടി കൊണ്ടുപോയിട്ട് അലക്കണം. ഇപ്പം എൻ്റെ വീട്ടിലൊന്നും നോക്കി ഒരു പ്രശ്നമില്ല. എൻ്റെ ചെക്കൻ ട്രൗസർ കഴിച്ചിടുന്നേ ഇല്ല. അതാ കഴിച്ചിടാത്ത? കഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഓൻ തന്നെ അലക്കണം. അപ്പോൾ ഓൻ പറയും, അച്ഛാ മണത്തോക്ക് ഇന്നും കൂടി ഇട്ടിടും. ഞാൻ പറയും, എൻ്റെ ട്രൗസർ മണക്കോ വരുന്നില്ല ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഇഷ്ടമില്ല, പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ട്. 18 വയസ്സ് വരെ ഓനെ പ്രവൃത്തി ചെയ്യണം എന്നാണ് എൻ്റെ വാദം. കഴിഞ്ഞ ദിവസം എൻ്റെ മോള് 8ാം ക്ലാസ്സിൽ ഇപ്പം പഠിക്കുന്ന മോള് ഓളെ ഡ്രസ്സ് അലക്കുമ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഇന്ന് സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടേനു. ഞാൻ ചോദിച്ചു, എന്താ മോളെ ക്ലാസ്? അവൾ പറഞ്ഞു, മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ
ഏതോ നമ്പറിൽ വിളിച്ചാൽ അച്ഛനെ കൂട്ടാൻ ഒരു വണ്ടി വരും പോലും. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചു, മോളെ അത് ഏത് വണ്ടി അച്ഛനെ കൂട്ടാൻ വരുന്നത്? അച്ഛൻ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ നമ്പർ. ഞാൻ പറഞ്ഞു, എന്താ ഓല് എന്നെ കൊണ്ട് എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്? മക്കളെ കുറിച്ച് പണിയെടുപ്പിച്ചാൽ. ഞാൻ ചോദിച്ചു, മോളെ ബാലവേല എന്നല്ലേ പറഞ്ഞത്? അദ്യൻ അച്ഛാ. ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ ആരെ ട്രൗസറാ തിരുമ്പുന്നത്? ഉള്ളവൻ എൻ്റെ ട്രൗസർ. ഇന്റെ ട്രൗസർ ഇനി തിരുമ്പുന്നതാണോ ബാലവേല എന്ന് ചോദിച്ചപ്പോൾ ഉള്ളവൻ അല്ലേ അച്ഛാ. പിന്നെ എന്താ അച്ഛാ ബാലവേല എന്നുള്ള ആദ്യമായി ചോദിച്ചപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നോക്കി കൊടുത്ത ഡെഫിനിഷൻ എന്നറിയോ? നിന്റെ ട്രൗസർ നീ തിരുമ്പുന്നത് ബാലവേലയല്ല. നിന്റെ കിടക്കുന്ന റൂം നീ അടിച്ചു വരുന്നത് ബാലവേലയല്ല. നീ പഠിക്കുന്ന ക്ലാസ് റൂം നീ വൃത്തിയാക്കുന്നത് ബാലവേലയല്ല. നീ പോകുന്ന ബാത്റൂം കഴുകുന്നത് ബാലവേലയല്ല. അപ്പോൾ ഈ എന്താച്ചാ ബാലവേല? അടുത്ത വീട്ടിലെ ബാലേട്ടൻ്റെ ട്രൗസർ ഇന്നെ കൊണ്ട് തിരുമ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ബാലവേല. ഇനിയിപ്പോൾ ആരുടെ ട്രൗസറാ തിരുമ്പുന്നത്? ഉള്ളവൻ എൻ്റെ മര്യാദയ്ക്ക് തിരുമ്പിക്കോ. പറഞ്ഞ മനസ്സിലായ? അപ്പോൾ പല നിയമങ്ങളും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങളെ അച്ഛനും അമ്മേനെയും സമൂഹത്തെയും മാനിച്ചിട്ടില്ല എങ്കിൽ നാശം ആർക്ക് തന്നെയായിരിക്കും? നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കേരളം ഇപ്പോൾ എത്ര സ്ഥാനത്താണുള്ളത്? ഫസ്റ്റിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പം അടുത്ത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എങ്ങനെയാണ് 6 കൊല്ലം കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വന്നത് എന്നൊരു സംശയം നിങ്ങൾക്കില്ലേ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും മദ്യപിക്കാറുണ്ടോ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കാറുണ്ടോ? കേരളത്തിലെ കണക്കുകൾ അറിയോ? കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിക്കുന്ന മനുഷ്യൻ മുതൽ ഇപ്പം മരിക്കുന്നവരെ ആളിന്റെ എണ്ണാണ് എന്തെന്ന് ജനസംഖ്യ. അപ്പൊ നിങ്ങളെല്ലാം അതിൽ പെടുമല്ലോ. ഇവിടെ വിറ്റ മദ്യത്തെ നിങ്ങളെ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. ആ അളവ് എത്രയാണെന്നറിയോ നിങ്ങള്? 4.7 ലിറ്റർ മദ്യം. അതായത് സുഹൃത്തെ, ഇനി ഇന്റെ വീട്ടില് അച്ഛൻ കഴിക്കാറുണ്ടോ? അച്ഛൻ കഴിക്കുന്നില്ല എങ്കിൽ അച്ഛൻ 9.4 കഴിക്കണം. അതാണ് നമ്മളെ കണക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ കണക്കെടുത്ത നമ്മളെ സാറ് കഴിക്കുമെന്ന് വെച്ചാൽ സാറ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാറെ പേരിൽ 4.7 ലിറ്റർ ആരോ കുടിക്കുന്നുണ്ട്. ഇനി സാറ് കുടിക്കുന്നില്ലെങ്കിൽ പണ്ടാരം ഞാൻ കുടിക്കണം 9.4. ഇനി ഞാനും സാറും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമറാമാൻ കുടിച്ച് വറ്റിക്കണം. ഇതൊക്കെ ആരോ കുടിക്കുന്നുണ്ട്. ആരാ കുടിക്കുന്നത്? അവിടെയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത രണ്ടാമത്തെ കണക്ക്. കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ചെറിയ പ്രായം എത്രയാണെന്നറിയോ നിങ്ങള്? എത്രയാ? 12 വയസ്സാണ്. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ, എനിക്ക് നിങ്ങളെ പേടിയുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കേരള ഗവൺമെന്റ് 12 വയസ്സുള്ള ചങ്ങാതി ഈ ലോകത്തേക്ക് ആകർഷിക്കപ്പെടുന്ന ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും 12 വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിച്ച കണ്ടോ? എൻ്റെ നാട്ടിൽ 8ാം ക്ലാസ്സിൽ ഊട്ടിയിലേക്ക് ടൂർ പോകുമ്പോൾ 5 ബസ്സിൽ ഒന്നായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പോലീസ് തടഞ്ഞാട വെച്ച് വണ്ടീനെ. ടീച്ചേഴ്സും നാട്ടുകാരും പോലീസിനെതിരെ കയർത്തുകൊണ്ട് പറഞ്ഞു, സ്കൂളിലെ പിള്ളേർക്ക് ടൂർ പോകാനും പോലീസ് ഞങ്ങൾ സമ്മതിക്കൂലേ? പോലീസൊന്നും കേട്ടില്ല. ആ ബസ് അരിച്ചു പെറുക്കിയപ്പോൾ ബസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് 40 കുപ്പി മദ്യമായിരുന്നു. അപ്പൊ നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടി കുടിക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? എവിടെയൊക്കെയോ പാളിച്ചുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണുമ്പം പേടിയാണ്. അപ്പൊ ആരാ ഇവിടെ കേരളത്തിന് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ആർക്ക് റോളുണ്ട്? 18. അതുകൊണ്ടാണ് കേരളത്തിലെ ബോധവൽക്കരണം വിജയിക്കാത്തത്. ക്ലാസ് കേൾക്കുമ്പോൾ വരുവാരാ? അച്ഛനും കാരണവും മാറും. ഒരാണോ കേരളത്തിൽ 1ാം സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല. 18 വയസ്സിന് താഴെയുള്ള മനുഷ്യജന്മങ്ങൾ ഈ ലോകത്തേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഈ ലോകത്തേക്ക് പോകുന്നത്. സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആര് സിഗരറ്റ് വലിക്കുന്ന കണ്ടത്? വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും കള്ള് കുടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട് എങ്കിൽ, കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളെ ഹൃദയം കരിങ്കൽ കൊണ്ടുണ്ടാക്കിയ. ഒരു മനുഷ്യ ഹൃദയമുള്ള ഒരു മനുഷ്യനും മറ്റൊരു ചങ്ങാതി സിഗരറ്റ് വലിക്കുന്നത് കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? സിഗരറ്റിൻ്റെ ഉള്ളിൽ 78 രാസവസ്തുക്കളുണ്ട്. അതിൽ 72 രാസവസ്തുക്കളും ക്യാൻസർ വരാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പൊ നിങ്ങളെ അച്ഛനോ ഏട്ടനോ നിങ്ങളോ സിഗരറ്റ് വലിക്കുമ്പോൾ ഉറപ്പിച്ചോ നിങ്ങള് ക്യാൻസർ വന്ന് പൂയ്ത്തു മരിച്ചു. ഒരു തർക്കവും നിങ്ങൾക്കില്ല. അങ്ങനെ ഒരു മരണം കണ്ട മനുഷ്യനാണ് ഞാൻ. എൻ്റെ അളിയൻ മരിച്ചിട്ടിപ്പോൾ ഒരു 6 മാസമാണെന്നേ ഉള്ളൂ. എൻ്റെ അളിയൻ മരിച്ചത് എങ്ങനെയാണെന്നറിയോ? അളിയനാണ് എന്നെ കോഴിക്കോട് സിറ്റി ആദ്യം കാണിച്ചിരുന്നത്. എൻ്റെ അളിയനാണ് എന്നെ സിനിമ ടാക്കീസ് കാണിച്ചത്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്.
ആ മനുഷ്യൻ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ്, ഒരു കൊല്ലം മുമ്പേ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിപ്പോയി. അപ്പം നമ്മൾ വിചാരിച്ച് തൊണ്ടയിൽ കിട്ടിയാന്ന് വെച്ചാൽ പുറത്തടിച്ച് തൊണ്ടയിൽ നിന്ന് തുപ്പിച്ചു. പിന്നീട് ഒന്നും ഉണ്ടായില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തൊണ്ടയിൽ കുടുങ്ങി. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കോഴിക്കോട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് വിശദമായി പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. എവിടെ പോകണം? ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ. നമ്മളെല്ലാം കൂടി ആ മനുഷ്യനൊക്കെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ഡോക്ടർ പറഞ്ഞതെന്നറിയോ, 6 മാസം, ഇത് 4ാമത്തെ സ്റ്റേജാണ്, 6 മാസമാണ് ഇയാളെ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുസ് എന്ന്. കഴിഞ്ഞ ദിവസം വരെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച, ഒന്നിച്ച് സിനിമക്ക് പോയ, ഒന്നിച്ച് ചിരിച്ചു കളിച്ച മനുഷ്യൻ 6 മാസം കൊണ്ട് മരിച്ചു എന്ന് പറയാ ഡോക്ടർ. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നീട് കണ്ട കാഴ്ച ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പൊ ഞാൻ അളിയനോട് ചോദിച്ചല്ലേ, നിങ്ങൾ എപ്പോഴെങ്കിലും സിഗരറ്റെല്ലാം വലിച്ചിരുന്നോ, കള്ളൊക്കെ കുടിച്ചിരുന്നോ? മൂപ്പർ പറയും ചെറുപ്പത്തിൽ ഞാൻ നല്ലോണം വലിച്ചിരുന്നു. കാട്ടും കുറ്റി പോവാ, വലിച്ച് തള്ളുക. അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യത്തിന് സമൂഹത്തിൽ കിട്ടിയ കുറ്റി, ബീഡിക്കുറ്റി വലിച്ചിരുന്നു എന്ന് പറഞ്ഞു അയാള്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാണ്. അപ്പൊ നിങ്ങളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങളെ വാദം എന്നറിയോ? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അച്ഛനോട് ചോദിക്കുക അച്ഛാ സിഗരറ്റ് വലിക്കരുത്, 78 രാസവസ്തുക്കൾ, 72 ക്യാൻസർ വരുന്നു അച്ഛനോട് പറഞ്ഞു. നിങ്ങൾ അച്ഛൻ പറയൂ രാഘവൻ എത്ര കൊല്ലായിടോ വലിക്കുന്നു, ഓൻ ചത്ത. അന്ത്രൂക്ക വലിച്ചു തുപ്പുന്നില്ലേ, ചത്തോ? അന്ത്രൂക്കിന്റെ രാഘവട്ടന് മരിക്കാത്ത നോക്കണ്ട. കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്നറിയോ, ലോകത്തിന്റെ സ്ഥിതി എന്നറിയോ? കൊറോണയ്ക്ക് ശേഷം മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തകരാറിലായിക്കൊണ്ടിരിക്കുക. ശരിയാണോ? നിങ്ങൾ മനുഷ്യന്മാരെല്ലാം ശ്രദ്ധിച്ചോ, മുടി നല്ലോണം കൊയ്യുന്നുണ്ട് എല്ലാവർക്കും. ശ്രദ്ധിച്ചിട്ടാ? രണ്ടാമത് വീഴുമ്പോഴേക്ക് എല്ല് പൊട്ടുക. ഒന്ന് വീഴുമ്പോഴേക്ക് എല്ല് പൊട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾ? പെട്ടെന്ന് പനി വരുന്നുണ്ട് മനുഷ്യന്മാർക്ക്. എന്തുകൊണ്ടാ? പ്രതിരോധ സംവിധാനം തകരാറിലായിരിക്കുന്നു. വിറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ ശരീരം അബ്സോർബ് ചെയ്യുന്നില്ല. കാൽസ്യത്തെ ഭക്ഷണത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കാൻ മനുഷ്യ ശരീരത്തിന് കഴിയുന്നില്ല. അതാ വിഷയം. അതിന്റെ കൂടെ നിങ്ങൾ കൂട്ടി വായിച്ചോ. അപ്പൊ കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾ അച്ചാച്ചനും അച്ഛനും ഒക്കെ വലിച്ചിരുന്ന കാലത്ത് ഒരു നല്ലോണം അധ്വാനിച്ചിട്ട് സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റിന്റെ അംശം അങ്ങോട്ട് ശരീരത്തിലേക്ക് കേരൂലായിരുന്നു. ഇപ്പോഴെന്താ സ്ഥിതി? മനുഷ്യന്റെ ശരീരം ഇങ്ങനെ തകരാറിലായപ്പോ WHO എന്ന് പറയുന്ന സംഘടന പറയുന്നറിയോ, 25-നും 26 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഈ കൊല്ലം ക്യാൻസർ വന്ന് മരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടാ? എനക്ക് പേടിയാ. ആ 25 ലക്ഷത്തിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടാവരുന്നുള്ള വാശി എനിക്കുണ്ട്. ആ വാശി നിങ്ങൾക്കില്ല എങ്കിൽ നാളെ ക്യാൻസർ ആശുപത്രിയിൽ നമ്മൾ വീണ്ടും കാണും. ഒരാളെയും ക്യാൻസർ ആശുപത്രിയിൽ കാണേണ്ടി വരരുതെന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ അളിയനെയും കൊണ്ട് 6 മാസം വിവിധ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയൊരു മനുഷ്യനെന്ന രീതിയിൽ കണ്ടു നിൽക്കാൻ പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിൽ ഞാനൊരു കാര്യം കൂടി ചെയ്തെന്താ അറിയോ? എൻ്റെ 4ാം ക്ലാസ്സിൽ, അന്നേരത്തെ 5ാം ക്ലാസ്സിൽ, ഇപ്പം 4ാം ക്ലാസ്സിലുള്ള എൻ്റെ മോനെയും മോളെയും കൂട്ടിയിരുന്നു എല്ലാ ഹോസ്പിറ്റലിലും. കോടിയേരി ആ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ മോനെ കൂട്ടി. ഈ MVR കോഴിക്കോട്, നിങ്ങൾ MVR ഇല്ലേ, അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ മോനെ കൂട്ടി. ജിപ്മർ പോണ്ടിച്ചേരി അവിടെ പോയപ്പോൾ ഈ ചെക്കനെ കൂട്ടി. എല്ലാവരും ചോദിച്ചു ഇവനെയും കൂട്ടിയിട്ട് എന്തിനാ നടക്കുന്നത്? ഇനി ഈ ചെക്കന് പേടിയാവില്ല ഇത് കണ്ടാൽ? ഞാൻ പറയും പേടിയാവണമല്ലോ. 26 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ വരുമെങ്കിൽ നാളെ എനിക്ക് ക്യാൻസർ വന്നാൽ എന്നെ ശുശ്രൂഷിക്കേണ്ടത് ഇവനല്ലേ? ഇനി ഇവന് വന്നാൽ ഞാൻ നോക്കണ്ടേ? ഇതെല്ലാം ഞാൻ പഠിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനാച്ചാ എന്നെയും വലിച്ചു കിടക്കും നിങ്ങൾ? ഞാൻ പറഞ്ഞു മോനെ, സകല മനുഷ്യ ശരീരത്തിലും ക്യാൻസർ കോശങ്ങളുണ്ട്. അറിയോ നിങ്ങള്? മോനെ, എൻ്റെ ശരീരത്തിൽ ക്യാൻസർ കോശമുണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്, ക്യാമറാമാൻ്റെ ശരീരത്തിലുണ്ട്, എല്ലാവരുടെ ശരീരത്തിലും ഇപ്പൊ എന്തുണ്ട്? പറഞ്ഞോ, എന്തുണ്ട്? ക്യാൻസർ കോശങ്ങളുണ്ട്. ഇത് എപ്പോഴാണ് പുറത്തു വരിക എന്ന് അറിയണമെങ്കിൽ ഈ സാധനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറയാ, ആ സാധനം ശരീരത്തിൽ കിട്ടണം. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ സിഗരറ്റ് വലിച്ചാൽ മതി. സിഗരറ്റ് മാത്രം വെച്ചാൽ കള്ളു കുടിച്ചാൽ മതി. ഈ ചുണ്ടിനുള്ളിലിടുന്ന ഏതെങ്കിലും വേണ്ടാത്ത ലഹരി ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം, ഈ ജങ്ക് ഫുഡ് തിന്നാൽ മതി. തിരിയുന്ന കോഴി, ചിരിക്കുന്ന കോഴി, ഷവർമ്മ, അതിൻ്റെ കൂടെ പെപ്സി എന്തായാലും കുടിക്കണം. ദയവേത് കുടിക്കാതിരിക്കരുത്, പെപ്സി കുടിക്കണം, എന്തായാലും കുടിക്കണം. ലേസ് നല്ലോണം തിന്നണം, ചോപ്പ്, പച്ച, അങ്ങനെ കുറെ ഉണ്ടല്ലോ, നല്ലോണം തിന്നോളി. എൻ്റെ ഒരു പോലീസുകാരൻ്റെ മോനുണ്ട്. ആ പോലീസുകാരൻ്റെ മോന്, ഇയാൾ വലിയ പായാരത്തിന്, എൻ്റെ മോൻ ലേസേ തിന്നുള്ളൂ, യൂറോപ്പിലുള്ള ഒരു കോക്ക് കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കന ഇത് തിന്നു. അപ്പം അവനനുസരിച്ച് പച്ച, ചോപ്പ്. നമ്മൾ അന്നേ പറഞ്ഞ് ഈ കൊടുക്കല്ലങ്ങൾ സൂക്കേട് വരും. അവസാനം ഇപ്പോൾ ആ ചെക്കൻ്റെ കുടലിന് ക്യാൻസർ വന്നത് മുറിച്ചിട്ട് പ്ലാസ്റ്റിക് ആക്കണം പോലും.
80 ലക്ഷം ഉറുപ്പ്യ പോലും. ഇപ്പം എന്താ ചെയ്യുന്ന പറയാം, പോലീസുകാർ പിരിക്കുക ചെയ്യുന്നത്. പോലീസിൽ പിന്നെ മക്കൾക്ക് എന്ത് പറ്റിയാലും പോലീസുകാർ ഒറ്റക്കെട്ടാണ്. പക്ഷേ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ആ മനുഷ്യൻ അത് അനുസരിച്ചില്ല. കാരണം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യന്മാരല്ലേ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? അവസാനം എൻ്റെ മോനെ കൊണ്ടിട്ട് ഞാൻ എൻ്റെ അളിയനെ അവസാനം കോടിയേരി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് 3-ാമത്തെ ദിവസം ഇരിക്കുന്നത്. ആ സമയത്ത് കോടിയേരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അവിടെ അസുഖം വന്ന ഒരു ക്യാൻസർ രോഗി ഉണ്ടായിരുന്നു. ആ ക്യാൻസർ രോഗിയുടെ പ്രായത്തിലെന്നറിയുമ്പോൾ 3 മാസം. 3 മാസം പ്രായമുള്ള കുട്ടിക്ക് ക്യാൻസർ വന്നിട്ട് കുട്ടി ഇങ്ങനെ പടച്ച് കരയുക. അതിനെ റേഡിയേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, സീരിയസ് ശക്തിയുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാണ്ട് ഡോക്ടർമാർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക. കുട്ടിയാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ എൻ്റെ മോനിങ്ങനെ ആ റൂമിലേക്ക് ഇങ്ങനെ പോയി നോക്കുക, മോള് കുറേയേറെ ഇങ്ങനെ നോക്കുക, സങ്കടം വന്ന് ഇങ്ങോട്ട് എന്നോടുക. ഓൻ ആ സങ്കടത്തോടു കൂടി എന്നോട് വന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അച്ഛാ അച്ഛൻ്റെ പൊട്ടത്തരം നിർത്തണം, ഇനി അച്ഛൻ ക്ലാസ് എടുക്കാൻ പോകരുത്. ഞാൻ ചോദിച്ചു, ഞാനെന്ത് പൊട്ടത്തരാ പറയുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് സിഗരറ്റ് വലിച്ചാലാണ് ക്യാൻസർ വരിക, ജങ്ക് ഫുഡ് തിന്നാലാണ് ക്യാൻസർ വരിക, പെപ്സി കൂടി അതിൻ്റെ കൂടി കുടിച്ചാൽ ക്യാൻസർ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഈ 3 മാസം പ്രായമുള്ള കുട്ടി എപ്പോഴാണ് അച്ഛാ ചിരിക്കുന്ന ചിക്കനെ തിന്നത്? ഓൻ എപ്പോഴാണ് അച്ഛാ സിഗരറ്റ് വലിച്ചത്? ആ കുട്ടി എപ്പോഴാണ് അച്ഛാ ഷവർമ തിന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനക്കും അങ്ങ് ഉത്തരം മുട്ടിപ്പോയി. നിങ്ങൾ ഉത്തരം മുട്ടിയില്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല. ഓൻ്റെ കൈയും പിടിച്ച് ആ ആശുപത്രിയിലെ ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഹെഡിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനോട് ചോദിക്കും. ഇവൻ ചോദിച്ച്, നിങ്ങളെല്ലാം പൊട്ടത്തരം പറയും. ഇവനത് സഹിക്കുക. ആ കുട്ടീൻ്റെ കരച്ചിൽ കാണാൻ പറ്റുന്നില്ല ഈ ചെക്കന്. ഡോക്ടർ പറഞ്ഞു, മോനെ ഇനി ഇരിക്കി, 18 വയസ്സ് വരെ എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ അച്ഛനാണ്. 18 വയസ്സ് വരെ നിങ്ങൾ കുട്ടിയാണല്ലോ, നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, നിങ്ങളെ ശാസിക്കേണ്ടത് ആരാ? നിങ്ങളെ അച്ഛനാണ്, നിങ്ങളെ അമ്മയാണ്, നിങ്ങളെ ടീച്ചേഴ്സാണ്. 18 വയസ്സ് വരെ എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം എനിക്കാണ്. എൻ്റെ മകൻ ഒളിച്ചോടി പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം എനിക്കാണ്. കാരണം എന്താ അറിയോ, ഓൻ എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ കണ്ട പെണ്ണിൻ്റെ പുറകെ പോയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനോടും അമ്മയോടും ഒരു തരി ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ കണ്ട കോന്തപ്പൻ്റെ കൂടെ പോകണ്ടല്ലോ. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങൾ ഏറ്റവും വലിയ ഇഷ്ടം എന്താ? നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുവാൻ ഒരാൾ വേണം, നിങ്ങൾ ഉപദേശിക്കരുത്. ശരിയാണല്ലോ? നിങ്ങൾ പറയുന്നതെല്ലാം പൊടത്തെറ്റായിരിക്കും, അത് ഇഷ്ടപ്പെടുന്ന ഏക ചങ്ങായി കോന്തപ്പനായിരിക്കും. നിങ്ങൾ ഏറ്റവും നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കണമെങ്കിൽ ലോകത്തെ ഏറ്റവും കോന്തപ്പി പെണ്ണ അത് ഇഷ്ടപ്പെടുക. എന്ത് പറയുമോ, ഡ ഡി ഡു ഇങ്ങനെ. നിങ്ങൾ അച്ഛനോട് ഇടാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മാഷോട് പറഞ്ഞാൽ വേറെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന അങ്ങനെ പറഞ്ഞ് ഞാനും അതൊക്കെ അനുഭവിച്ചാ. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പ്രണയിച്ചിട്ടേ ഇല്ല. ഭാഗ്യം എനിക്ക് കിട്ടിയത്. പ്രണയിക്കാത്തതുകൊണ്ട് എൻ്റെ അവയവങ്ങളെല്ലാം എനിക്കിപ്പോൾ ഉണ്ട്. പ്രണയിച്ച ആരല്ലോ എന്തെല്ലോ കഷായം എല്ലാം കൊടുത്തിട്ട് പണ്ടാരക്കാലിൻ്റെ കരളെല്ലാം കത്തിപ്പോയി. അറിയോ നിങ്ങൾ? വേറൊരു പൊട്ടനുണ്ട്, 18 വയസ്സുള്ള പൊട്ടെ, പാലക്കാട്. പൊട്ടനോട് കാമുകി പറഞ്ഞു, വാ അടുക്കളേൻ്റെ വയ്യപ്പുറം വാ, പൊട്ടൻ പോയി. ഓൾ അടുക്കള വാതിൽ തുറന്നിട്ട് ആസിഡ് ഒഴിച്ചിട്ട് ഓളെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ മുഖം എനിക്ക് മാത്രമുള്ളതാണ്, ഈ മുഖം എനിക്ക് മാത്രം ഉള്ളതാണ്, അതുകൊണ്ട് ഈ മുഖം ഇങ്ങനെ കാണുന്ന ഇഷ്ടം, അതുകൊണ്ട് കണ്ട പെണ്ണ് വിളിച്ചിട്ട് അടുക്കള പുറത്തൊന്നും പോകണ്ട, ആസിഡ് ഒഴിച്ച് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, ഇവർ തരുന്ന ജ്യൂസൊന്നും വാങ്ങി കുടിക്കണ്ട, കുടിച്ചിട്ട് കരൾ കത്തി പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇന്നത്തെ പത്രം വായിച്ചോ നിങ്ങൾ? ഇന്നത്തെ പത്രം വായിച്ചോ? വായിച്ചില്ല? ഒരു ഭാര്യനെയും ഭർത്താവും കല്യാണം കഴിച്ചിട്ട് 1 കൊല്ലം 1.5 കൊല്ലമായിട്ടായുള്ളൂ. ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ എന്ത് ചെയ്തു എന്നറിയാം? കാമുകനെയും കൂട്ടിയിട്ട് ഈ പണ്ടാരക്കാലിനെ താച്ച് കുത്തി കൊന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം. അപ്പം എനിക്ക് പേടിയാണ്. ഈ ചെക്കനോട് ഡോക്ടർ പറഞ്ഞ വർത്താനം കൂടി നിങ്ങളോട് പറയട്ടെ. ഇവൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ 3 മാസമുള്ള കുട്ടി എപ്പോഴാണ് സിഗരറ്റ് വലിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ ഇനി സിഗരറ്റ് വലിക്കുന്നത് 18 വയസ്സ് വരെ എൻ്റെ അച്ഛൻ നിയന്ത്രിക്കും. ഞാൻ നിയന്ത്രിക്കുമല്ലോ. എൻ്റെ മോൻ കള്ളു കുടിക്കുന്നത് ഞാൻ നിയന്ത്രിക്കും. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് പൈസ എല്ലാം ഉണ്ടായിക്കണ്ടേ, എനിക്ക് എൻ്റെ ഇഷ്ടമാണ് കള്ളു കുടിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഒരു കാരണവശാലും കള്ളു കുടിക്കുന്നുണ്ട് എങ്കിൽ, സിഗരറ്റ് വലിക്കുന്നുണ്ട് എങ്കിൽ, രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നീ കല്യാണം കഴിക്കരുത്. മോൻ ചോദിച്ചു, കല്യാണം കഴിച്ചാൽ എന്താ? അന്തം വിട്ട ബുദ്ധിയല്ലേ? ഡോക്ടർ പറഞ്ഞതെന്നറിയോ, ഈ കൊറോണയ്ക്ക് ശേഷം കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കുടിക്കുന്ന മനുഷ്യനേക്കാൾ വലിക്കുന്ന മനുഷ്യനേക്കാൾ 40% ക്യാൻസർ അസുഖവും വരാൻ ആർക്കാ സാധ്യത?
ആർക്കാ സാധ്യത? പാർട്ട്ണർക്കാണ്. അതായത് പെൺകുട്ടികളെ ഞാൻ പറയാം, നിങ്ങൾ പ്രണയിക്കുന്ന ചങ്ങാതി കള്ളു കുടിക്കുന്നുണ്ട് എങ്കിൽ, സിഗരറ്റ് വലിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കാണ് 60% സാധ്യത. എന്തിന്? സന്തോഷമായല്ലോ. ആൺകുട്ടികളെ, പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രണയിക്കുന്ന കോന്തപ്പി ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും? സൂക്കേട് വരും. പറഞ്ഞ മനസ്സിലായല്ലോ. ഡോക്ടർ അവനോട് വീണ്ടും പറഞ്ഞു, ഇനി എനിക്ക് പ്രണയിക്കാൻ മുട്ടുന്നുണ്ട് എങ്കിൽ, കല്യാണം കഴിക്കാൻ മുട്ടുന്നുണ്ട് എങ്കിൽ, എനിക്ക് സിഗരറ്റ് വിടാൻ പറ്റുന്നില്ല എങ്കിൽ കല്യാണം കഴിക്കുന്ന ചങ്ങായിയോട് ഇത് പറഞ്ഞിട്ടേ കഴിക്കാവൂ. ഒരു കുട്ടീനെ നിങ്ങൾ നശിപ്പിക്കരുത്. അടുത്ത വാക്കാണ് പ്രധാനം. ഇനി അഥവാ നിങ്ങളങ്ങ് കല്യാണം കഴിച്ച് സമ്മതത്തോടു കൂടി കല്യാണം കഴിച്ച്, അന്തം വിട്ട ബുദ്ധിയാണല്ലോ. സിഗരറ്റ് കഴിച്ചാൽ എന്താവുന്നു നിങ്ങൾക്ക് തോന്നുമല്ലോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എന്താവുന്നു തോന്നുമല്ലോ. ഇനി നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ യുദ്ധം ഉണ്ടെങ്കിൽ യുദ്ധം വരുമ്പോൾ അലാറം അടിക്കുക ചെയ്യുക. അലാറം അടിക്കുമ്പോൾ ഇസ്രായേലിലുള്ളവരും ഇറാനിലുള്ളവരെല്ലാം ഓടിയിട്ട് ബങ്കറിൽ ഒളിക്കൂ. എന്നാൽ കോഴിക്കോട് ഒരു യുദ്ധം ഉണ്ടായിട്ട് അലാറം അടിച്ച് ഞങ്ങളെന്താ ചെയ്യുക? ആന്നൊരു അലാറോ ഇങ്ങനെ പോയി നോക്കും, മിസൈൽ തലയിൽ വീണ് മരിക്കുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ സംഗതി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേനും, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ച് സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കാമല്ലോ. കല്യാണം കഴിച്ച് ലഹരി ഉപയോഗിക്കുന്നവർ കല്യാണം കഴിച്ചിട്ട് ഒരു കാരണവശാലും കുട്ടികൾ ഉണ്ടാവരുത് എന്ന്. കുട്ടികൾ ഉണ്ടായാൽ എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കൾക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക് 60% സാധ്യത കൂടുതലാണ് ക്യാൻസർ വരാനും അംഗവൈകല്യം വരാനും. ഇപ്പൊ 3 മാസമുള്ള കുട്ടിക്ക് എങ്ങനെയാ ക്യാൻസർ വന്നതെന്നൊന്ന് പറ, നിങ്ങൾക്ക് മനസ്സിലായിക്കോ നോക്കട്ടെ. അതിൻ്റെ അച്ഛനോ അമ്മയോ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ആ കോടിയേരി ആശുപത്രിയിൽ നിങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കിടക്കാൻ ബെഡില്ല. അത്രയേറെ ക്യാൻസർ രോഗികളുണ്ട്. നിങ്ങൾ പോയി നോക്കാത്തോണ്ടാ. പക്ഷെ അവിടെ 1500 ആളെ വേറൊരു ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്, വന്നാൽ ഇവിടെ പോവാം, പുതിയ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് പോകാം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താ പേടി ഉണ്ടാവേണ്ടത്? പറഞ്ഞോ. ഈ ചങ്ങാതി എപ്പോഴാണ് ക്യാൻസർ വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നശിച്ചിട്ട് മരിച്ചു വയ്ക്കേണ്ട കുഴിച്ചിടേനും കുറേ കാലം നമ്മളിങ്ങനെ താങ്ങണ്ടേ? നിങ്ങളടുത്ത് പൈസ ഉണ്ടോ? ഇല്ല. ക്യാൻസർ വന്നാൽ കുടുംബം വിറ്റു. അപ്പോൾ ലഹരിയുടെ ആപത്ത് മനസ്സിലായോ? നമുക്ക് ഒരു പോയിന്റും കൂടി പറയാം. അപ്പൊ കള്ള് കുടിച്ച് നിങ്ങളിപ്പോൾ അച്ഛൻ കള്ള് കുടിക്കുന്നു വെച്ചോ, നിങ്ങളെ അച്ഛൻ കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കാൻ കഴിയുന്ന ഏക മനുഷ്യന്മാർ ആരാന്നറിയോ? 18 വയസ്സിന് താഴെയുള്ളൂല. കാരണം എന്താ? നിങ്ങൾക്ക് അന്തം വിട്ട ബുദ്ധിയാ, ഒടുക്കത്തെ ധൈര്യ. അച്ഛൻ കൊണ്ടാച്ച കുപ്പി എറിഞ്ഞു പൊട്ടിക്കാൻ ചങ്കൂറ്റമുള്ള മനുഷ്യൻ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങളെ അമ്മക്കത് പറ്റൂല. അമ്മ അച്ഛൻ കണ്ടാച്ച കള്ളിന്റെ കുപ്പി കണ്ടാൽ അമ്മ പറയുന്നത് എന്താ അറിയോ? എനിക്ക് കുടിക്കരുത്. അച്ഛൻ പറയും ഇതിന് 5000 റുപ്യ വില ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പറയും എന്നാൽ ഇതും കൂടി കുടിച്ചോ, വേറെ കുടിക്കരുത് എന്ന് അമ്മ പറയാം. കാരണം അമ്മക്ക് 2000 വലുത്, അച്ഛൻ്റെ ജീവനല്ല. ചില അമ്മമാരെല്ലാം പറയുന്ന അറിയോ, ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചോ. എടാ വീട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചാൽ അച്ഛന് ക്യാൻസർ വരൂലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് കുടിച്ചാലാണ് അച്ഛന് ക്യാൻസർ വരിക. അടുക്കളേനെ വയ്യപ്പുറത്ത് പോയിട്ട് ആരും കാണാണ്ട് സിഗരറ്റ് വലിച്ചാൽ അച്ഛന് ക്യാൻസർ വരൂലേ? അപ്പൊ ഇങ്ങക്കാണ് ബോധം വേണം. അന്തം വിട്ട ബുദ്ധി ആർക്കാണ്? അപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആരാ ഏറ്റെടുക്കേണ്ടത് ശരിക്കും? 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട കുട്ടി. ഞാൻ ഒരൊറ്റ എക്സാമ്പിളിലൂടെ ഇത് തെളിയിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ സിനിമ ടാക്കീസ് പോയിട്ടുണ്ടോ? സിനിമ ടാക്കീസ് പോകണ്ട. സിനിമ ടാക്കീസിൽ ഒരു പരസ്യം ഉണ്ടല്ലോ, ശ്വാസകോശം. ഒന്ന് ഒച്ചത്ത് പറ, ശ്വാസകോശം. ഐശ്വരി. മദ്യപാനം ആരോഗ്യത്തിന് ഐശ്വരി. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു കോസസ് ടു. പിന്നെന്തിനാ ബോധവൽക്കരണം? നിങ്ങൾക്കറിയാലോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, കള്ളു കുടിച്ചാൽ ചത്തു എന്നെല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഈ നാട്ടിലെ 12 വയസ്സായാലും 13 വയസ്സായാലും സിഗരറ്റ് വെച്ച് നോക്കുന്നത്? ഓന് പേടിയില്ല. എന്നാൽ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് പേടിയുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ഇവിടെ കുറച്ച് തീ കൂട്ടിയിടാം. തീ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? കുറേ വിറകെല്ലാം കത്തിച്ച് വലിയൊരു തീക്കൂമ്പാരം ഇവിടെ ഉണ്ടാക്കാം. എടാ ചങ്ങായി, ഇനി ഓടിപ്പോയിട്ട് ആ തീയിലൊന്ന് കിടന്നാട്ടെ. നീ കിടക്കുവോ? എന്തുകൊണ്ട്? പൊള്ളും ചത്തുവും എല്ലാം കുട്ടി. ഇനി പോയി തുള്ള തീയിൽ. എന്തുകൊണ്ട് തുള്ളൂല? വേഗം പറ, എന്തുകൊണ്ടാ തീ തുള്ളാത്തത്? വെരി ഗുഡ്. പൊള്ളും ചത്തുവും, സംശയമൊന്നുമില്ലല്ലോ. എന്നാ വേണ്ട, ഞാനൊരു എലിവേഷൻ തരാം. എനിക്കൊരു എലിവേഷൻ തരാം, തിന്നോ. എന്തുകൊണ്ട് തിന്നൂല? ചത്തു. എടാ സുഹൃത്തെ,
എനിക്ക് ഞാൻ ലേശം എലിവേഷൻ തരാം, ഇനി തിന്നോ? എന്തുകൊണ്ട്? വെരി ഗുഡ്. എന്നാൽ മോനെ എനിക്ക് ഞാനൊരു കമ്പി കഷ്ണം തരാം. കമ്പി കഷ്ണം അറിയില്ലേ? കമ്പി കഷ്ണം ചെരുപ്പ് കഴിച്ചിട്, ആ 3 പിൻ പ്ലഗിലേക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് ആ കമ്പി ഒന്ന് കുത്തിയാട്ടെ. തത്തൂലേ? ഓൻ കുത്തൂല പോലും. അല്ല ഇനി കുത്തോടോ? എന്തുകൊണ്ടാ കമ്പി കൊണ്ട് ആ ഇലക്ട്രിസിറ്റിയിൽ കുത്താത്ത? വെരി ഗുഡ്. അപ്പൊ സംഭവം നിങ്ങൾക്ക് തലച്ചോറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സിനിമ ടാക്കീസിൽ പരസ്യം കണ്ടിട്ടുണ്ടോ? തീയിൽ പോയി കിടക്കരുത്, ചത്തുപോകും എന്ന് ഏത് സിനിമ ടാക്കീസിലാണ് നിങ്ങൾ കേട്ടത്? എലിവേഷൻ തിന്നരുത്, ചത്തുപോകുന്ന ഏത് സിനിമ ടാക്കീസിലാണ് നിങ്ങൾ കേട്ടത്? കമ്പി കൊണ്ട് ഏത് കമ്പീൻ്റെ പരസ്യത്തിലാ ഇലക്ട്രിസിറ്റിയോട് തുടരരുതെന്ന് ചത്തുപോകുന്ന പരസ്യം ഉണ്ടോ? പക്ഷേ കമ്പി നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ, തീ നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ, എലിവേഷത്തിന് പേടിയുണ്ടല്ലോ. പക്ഷെ നിരന്തരം നമ്മൾ പറയുന്നു കള്ളു കുടിച്ചാൽ ക്യാൻസർ വരും, സിഗരറ്റ് വലിച്ചാൽ ശ്വാസകോശ സ്പോഞ്ച് പോലെയാകുന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളെ വീട്ടിൽ കള്ളു കുടിക്കുന്നുണ്ട്, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നത് കാണുന്നുണ്ട്, നിങ്ങളും ചെറുങ്ങനല്ല ഉപയോഗിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പേടിയില്ലാത്തത്? കാരണം എന്താ അറിയോ? നിങ്ങളെ തലച്ചോറിൻ്റെ പ്രത്യേകത. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് പറയുന്നത് എന്താ അറിയോ? 4 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറ് കൃത്യമായ തലച്ചോറ്. ആ കുട്ടി എന്താണോ കാണുന്നത്, ആ കുട്ടി എന്താണോ പഠിപ്പിക്കുന്നത്, അതാണ് കുട്ടീൻ്റെ സ്വഭാവം. അതായത് നിങ്ങൾക്ക് സിഗരറ്റിനെ പേടിയില്ലാതിരിക്കാൻ കാരണം, അതേസമയം എലിവേഷത്തിനെ പേടി ഉണ്ടാവാൻ കാരണം, നിങ്ങളെ തലച്ചോറ് 4 വയസ്സ് മുതൽ കാണുന്നത് അച്ഛൻ ഇതുവരെ എലിവേഷൻ തിന്നുന്നത് കണ്ടിട്ടില്ല. നിങ്ങളെ മാഷന്മാർ ഇതുവരെ തീയിൽ തുള്ളിയിട്ട് ഡാൻസ് കളിച്ചിട്ടില്ല. ശരിയാണോ? നിങ്ങൾ ഒരു സിനിമാ നായകൻ, നിങ്ങളെ മാർക്കോവും നിങ്ങളെ അംബാനും നിങ്ങളെ ദുൽഖർ സൽമാനും ഇതുവരെ കമ്പി എടുത്തിട്ട് പ്ലഗിൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ടിനെ പേടിയുണ്ട്. ശരിയാണോ? കള്ളിനെ പേടിയില്ല. പിന്നെ ബോധവൽക്കരണം എങ്ങനെയാ വിജയിക്കുക? നിങ്ങളെ 4 വയസ്സ് മുതൽ ഈ കറണ്ടിനെ പേടിയുള്ളതുപോലെ സിഗരറ്റിനെ പേടി ഉണ്ടാവണമായിരുന്നു നിങ്ങൾക്ക്. ഈ എലിവേഷത്തിനെ പേടിയുള്ളതുപോലെ എന്തിനെ പേടി ഉണ്ടാവണമായിരുന്നു? കഞ്ചാവിനെ പേടി ഉണ്ടാവണമായിരുന്നു. ഈ ഇലക്ട്രിസിറ്റിയെ പോലെ നിങ്ങൾക്ക് എന്തിനെ പേടി ഉണ്ടാവുന്നു? വേണ്ടാത്ത ലഹരിയെക്കുറിച്ച് പേടി ഉണ്ടാവണമായിരുന്നു. എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സക്സസ് ആവാത്തെന്ന് മനസ്സിലായോ? നിങ്ങൾ അച്ഛനും സിനിമാ നടന്മാരും ഇവിടുത്തെ നായകന്മാരും നിങ്ങൾക്ക് കാണിച്ചു തന്നതെല്ലാം വേണ്ടാത്ത സംഗതികളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിനൊന്നും പേടിയില്ലാത്തത്? നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സിഗരറ്റ് വലിച്ചുകൊണ്ടുള്ള കളിയാണ്. സുരേഷ് ഗോപി സിഗരറ്റ് വലിക്കാത്ത ഏത് സിനിമയാണുള്ളത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസ് വേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിഗരറ്റ് വലിക്കാൻ തോന്നും. ഇനി നമ്മളെ മറ്റവനുണ്ടല്ലോ അമ്പാനൊക്കെ കേട്ടില്ല? അമ്പാൻ വെറും കുടിയനല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആരാവാനാ ഇഷ്ടം? കുടിക്കരുത് എന്ന് പറഞ്ഞ മാഷ് പറയുന്ന ഇഷ്ടം, അല്ലെങ്കിൽ കുടിച്ച് കാണിക്കുന്ന അമ്പാനാണോ ഇഷ്ടം? അംബാനിയാ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഓർമ്മിച്ചോ, നിങ്ങളെ മനസ്സിനെ സ്വാധീനിക്കാൻ ആർക്കാണോ കഴിയുന്നത് അതേയിരിക്കും നിങ്ങളെ സ്വഭാവം. ശരിയാണോ തെറ്റാണോ? ഒരു സ്വകാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിന് നിങ്ങൾ എന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം 2 സ്വഭാവമുണ്ട്. ശരിയാണോ തെറ്റാണോ? അല്ല കുട്ടിയെ, എനിക്ക് 2 സ്വഭാവം ഇല്ലേ? നിങ്ങൾക്ക് എത്ര സ്വഭാവമുണ്ട്? 2? എനിക്ക് വാട്സപ്പ് ഉണ്ടാ? സോഷ്യൽ മീഡിയ ഇല്ല? എന്നാ 3 സ്വഭാവമുണ്ട് എനിക്ക്. ശരിയാണോ? നിങ്ങളെ വീട്ടിൽ കാണുന്ന കുട്ടിയല്ല ഈ സ്കൂളിൽ കാണുന്ന കുട്ടി. സ്കൂളിലും വീട്ടിലും കാണുന്ന കുട്ടിയല്ല വാട്സപ്പിലെ കുട്ടി. ശരിയാണോ തെറ്റാണോ? ഞാനും അങ്ങനെ തന്നെയാട്ടോ. വീട്ടിലുള്ള രംഗീഷ് അല്ല നാട്ടിലെ രംഗീഷ്, നാട്ടിലും വീട്ടിലുള്ള രംഗീഷ് അല്ല പോലീസ് സ്റ്റേഷനിലെ രംഗീഷ്, ഈ 3 രംഗീഷും അല്ല ഇൻസ്റ്റാഗ്രാമിലെ രംഗീഷ്. വാട്സപ്പിൽ എനക്കൊരു ഹായ് ടോക്കങ്ങൾ ഞാൻ ഹോയ് കൊണ്ട് ആറാട്ടായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളോട് പറയുന്നത് നോ ഭോ ഇങ്ങനെ. എൻ്റെ ഭാര്യനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ അങ്ങോട്ടായാലും എൻ്റെ ഭാര്യനെ കാണുമ്പോൾ എനിക്ക് എന്തെല്ലോ ഒരു കുളിർമയാണ്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അറിയോ, ഇവിടുത്തെ ടീച്ചർ, എനിക്ക് നിങ്ങളുടെ പാരൻസിനോട് അത് പറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സ്വഭാവമല്ല. അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം. ഒരു പോയിന്റും കൂടി പറയുമ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇങ്ങോട്ടൊരു കള്ളിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാ? നാട് നശിച്ചു പോവാതിരിക്കാൻ ഉണ്ടോ? നമ്മളോട് ഉണ്ടാവണം എന്ന് പറയാൻ കാരണം ഈ പോയിന്റും കൂടി നിങ്ങൾ കേട്ടാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങളെ വീട്ടിൽ കള്ള് കുടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരാൾ കള്ള് കുടിച്ചോന്ന് എങ്ങനെയാ മനസ്സിലാവുക? മണക്കും അല്ലേ? നാവ് കുഴയും. തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? തലച്ചോറിൽ സെറിബെല്ലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് നടക്കാൻ നമുക്ക് കാരണമാവുന്ന സാധനത്തിൻ്റെ പേരെന്താ?
സെറിബെല്ലം. ഒരുത്തൻ ചോദിച്ചായിരുന്നു, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരുത്തൻ ചോദിക്കും, ഇത് എല്ലാവർക്കും ഉണ്ടാവോ ഇമ്പെല്ലോ? എല്ലാവർക്കും അമ്പെല്ല ഉണ്ട്. അമ്പെല്ലാണ് നിങ്ങളെ നേരായ വഴിയിലൂടെ നയിക്കാൻ സഹായിക്കുന്നത്. പക്ഷെ കള്ള് കുടിക്കുമ്പോൾ, ശരീരത്തിന് വേണ്ടാത്ത സാധനമാണല്ലോ കള്ള് കുടിക്കുമ്പോൾ സെറിബെല്ലം പറഞ്ഞു തരും, കുടിക്കരുത് പണ്ടാരക്കാല, ഇനി കുടിക്കരുത്. അപ്പം എന്ത് ചെയ്യും? ഒരു ഗ്ലാസും കൂടി കുടിക്കുമ്പോൾ ശരീരം മെല്ലെ 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 നിങ്ങളെ ആടിപ്പിക്കും. ശ്രദ്ധിച്ചില്ലേ? നിങ്ങളെ ആടുന്നുണ്ടില്ലേ? പിന്നെ നാവ് കുഴയിപ്പിക്കും. എന്നിട്ടും കുടിച്ചാൽ എന്ത് സംഭവിക്കും? വേഗം പറ. ടപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡ് മേൽ ഈയാൻ പാറ്റ കടന്ന പോലെ ഓരോരുത്തർ ഇങ്ങനെ ട്രൗസറൊന്നും കൊടുക്കാണ്ട് എന്ത് രസത്തിൽ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല? അത് കാരണം ഈ സെറിബെല്ലം പോകുന്നതോടുകൂടി നിങ്ങളെ ബാലൻസ് തെറ്റിപ്പോവും. അപ്പോൾ കള്ള് കുടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ബബിൾഗം തിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇനി സിഗരറ്റ് വലിച്ചാലും എന്ത് സോപ്പിട്ട് കഴുകിയാലും സിഗരറ്റ് വലിച്ചാൽ മണക്കും ഇല്ലേ? കള്ള് കുടിച്ചാൽ മണക്കും. പക്ഷേ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം കള്ള് പോലുള്ള, കഞ്ചാവ് പോലുള്ള മണക്കുന്ന സാധനമല്ല. രാസലഹരി അല്ലെങ്കിൽ ഡിജിറ്റൽ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം ഈ കേരളത്തിൽ, ലോകത്തെല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാസലഹരി? ലഹരി ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പൊ കള്ള് കുടിച്ചാൽ, നിങ്ങൾ കള്ള് കുടിക്കുന്നു മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുങ്ങളാ. അതിന് ചികിത്സയുണ്ട്. സിഗരറ്റ് വലിച്ചാൽ നമുക്ക് നിർത്തിക്കാനുള്ള ചികിത്സയുണ്ട്. പക്ഷെ രാസലഹരി നിങ്ങൾ അറിയാതെയാണ് നിങ്ങളെ ശരീരത്തിലേക്ക് വരുന്നത്. അതാ ഞാൻ പറയാം, നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. കള്ള് കുടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കുടിക്കണ്ടേ? അപ്പൊ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെയല്ലേ അർത്ഥം? സിഗരറ്റ് വലിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണ്ടേ? വേറൊരുത്ത വലിക്കണം എന്നിട്ട് വായിൽ കൊണ്ടാ ചേരൂലല്ലോ. ഇല്ല, നിങ്ങൾ തന്നെ വലിക്കണം. പക്ഷെ രാസലഹരി നിങ്ങൾ അറിയാതെ നിങ്ങളെ ശരീരത്തിൽ വരും. വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ സന്തോഷത്തിന്റെ ലോകത്ത് പറക്കും. എത്ര മണിക്കൂർ പറക്കുന്നറിയോ? 48 മണിക്കൂർ പറക്കും. അതായത് പഠിക്കുന്ന കുട്ടി പഠിച്ചുകൊണ്ടേയിരിക്കും, പ്രണയിക്കുന്ന കുട്ടി പ്രണയിച്ച് മരിക്കും, ഫുട്ബോൾ കളിക്കുന്നവൻ ഫുട്ബോൾ കളിച്ച് മരിക്കും. മനസ്സിലായില്ലേ? യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നവൻ യേശുദാസിനെ ഇഷ്ടപ്പെട്ട് കൊല്ലും, പക്ഷെ ജയചന്ദ്രന്റെ പാട്ട് കേട്ടാ അവൻ കൊല്ലും. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമോ? മണമില്ല, രുചിയില്ല, നിങ്ങൾക്ക് ആട്ടമില്ല, ഓട്ടമില്ല, ഒന്നുമില്ല. ഇത് കേരളത്തിലെ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്തിനാ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇനി 2000 മുതൽ 5000 റുപ്യ വരെ വിലയുണ്ട്. അതെങ്ങനെ ഞങ്ങളെ ശരീരത്തിലേക്ക് എത്തുന്നത്? ഈ സംശയം നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഈ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതെങ്ങനെ വേണമെങ്കിലും എത്തിക്കാം. ഇത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു വെള്ളപ്പൊടിയാ. ഒരു കൽക്കണ്ടി പോലെ, അല്ലെങ്കിൽ ഒരു കർപ്പൂരം പോലെ, അല്ലെങ്കിൽ ഒരു കിഴങ്ങിന്റെ പൊടി പോലെ, കൂവപ്പൊടി പോലെ ഒരു വെള്ളപ്പൊടിയായത്. ഇതിനാ 2000 മുതൽ 5000 റുപ്യ. എത്രയാണ്? 1 ഗ്രാമിന്. എത്രയാണ്? 1 ഗ്രാമിന്. ഇത് പൊടിച്ചിട്ടോ അരിച്ചിട്ടോ നാവിന്റെ തുമ്പിലോ കണ്ണിന്റെ ഉള്ളിലോ മൂക്കിന്റെ ഉള്ളിലോ ഭക്ഷണത്തിലൂടെയോ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോയാൽ 48 മണിക്കൂർ നിങ്ങൾ പറക്കും. എത്ര മണിക്കൂർ? 48 മണിക്കൂർ. പക്ഷേ നിങ്ങൾ പറയാം, അപ്പൊ നല്ലതല്ലേ, പറക്കൂലേ എന്ന് തോന്നും. പക്ഷേ 7.5 കൊല്ലം കൊണ്ട് നിങ്ങൾ നശിക്കും, ചത്തുപോവില്ല. മുഴുത്ത ഭ്രാന്തനായി, നാടിന് ശാപമായി, അമ്മയെ കൊല്ലുന്നവനായി, അച്ഛനെ കൊല്ലുന്നവനായി, അവസാനം ആത്മഹത്യ ചെയ്യുന്നവനായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട് അവസാനം ആത്മഹത്യ ചെയ്ത് വന്നത്. കാരണം എന്താ? ഇത് കിട്ടാതാവുമ്പോൾ അവസാനം ആത്മഹത്യ രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കുറെ ആൾ മരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് നിങ്ങൾ അറിയാതെ ഞങ്ങളെ വയറ്റിലെത്തുന്നത് എങ്ങനെയാ? ഒരു മുട്ടായിമിൽ പുരട്ടിയിട്ട് തരാം, നിങ്ങൾക്ക് ഐസ്ക്രീമിൽ പുരട്ടി തരാം, വെള്ളത്തിൽ കലക്കി തരാം, ഏത് തരത്തിലും. മൈസൂരുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോനാടെ ഹോസ്റ്റലിൽ ചേർന്നപ്പോൾ അവൻ്റെ സീനിയേഴ്സ്, ഇപ്പം ഒരു പോയ ജൂനിയേഴ്സിൻ്റെ രാത്രി കുടിക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം വെക്കൂല, ഇങ്ങനെ അതിൽ കലക്കി കൊടുത്ത് അന്തം വിട്ട കുട്ടികൾ കുടിച്ച്. പക്ഷെ ആ കൊടുത്ത ചങ്ങായിൽ ഒരു നന്മ മരമുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യുന്നു അറിയോ? ഇവൻ്റെ അച്ഛനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ആപത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മോനെ കൂട്ടണം. എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അതിൽ ഏറ്റവും എൻ്റെ നാട്ടിലുള്ള ചങ്ങായി മാത്രം മോനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ 48ാമത്തെ മണിക്കൂറിൽ അവൻ്റെ തലച്ചോറ് നശിച്ചുപോയി. ഓനെ ആ താനൂരുള്ള ആശുപത്രിയിൽ 8 മാസമായി ഓനെ ചികിത്സിക്കുന്നു. ചികിത്സ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നത്. നല്ല ചെക്കനാണ്. ഞാനൊരു അത്യാവശ്യം എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സംശയങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും എൻ്റെ അടുത്ത് വന്നാലും. എന്നെ നല്ല ഇഷ്ടമുള്ളൊരു ചെക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു സ്പീക്കർ ഉണ്ട്. അതിൽ കണ്ണൂരുള്ളൊരു ചങ്ങാതി സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് അത് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഇവൻ വന്നത്. അപ്പോൾ ഇവൻ വന്ന ഉടനെ എന്നോട് ചോദിച്ച്, എന്നോ മാഷേ എന്നാണ് വിളിക്കുന്നത്. മാഷേ
എന്താടാ ആ പാട്ടൊന്ന് മാറ്റുങ്ങള്. ഞാൻ പറഞ്ഞ 9ാം ക്ലാസ്സിലെ ചെക്കൻ പാടിയ പാട്ടല്ലേ കേക്കരുതോ എനിക്ക്. ഒരിക്കലും എന്നോട് അങ്ങനെ കാർത്ത് സംസാരിക്കാത്ത ആ ചെക്കൻ എന്നോട് പറഞ്ഞറിയോ, മാറ്റ്. അതിനൊരു കർക്കശ സ്വഭാവം കണ്ടപ്പോ എനക്കറിയാലോ ഈ 48 മണിക്കൂറിൽ ഇത് കിട്ടിയില്ലേ ഭ്രാന്താന്ന്. ഞാൻ ഉടനെ ഇല്ലും മീനാട്ടി ചെല്ലും മീനാട്ടി എന്നുള്ളൊരു പാട്ടം കിട്ടുകൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു റെഡി, ഇപ്പാ റെഡിയായത്. പിന്നീട് അവൻ നോർമലായിട്ട് ഞാൻ ചോദിച്ചല്ലേ ഈ ആ പാട്ട് കേട്ടാൽ എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ചെവിയിൽ നിന്ന് ബും ബും എന്നൊരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് കേൾക്കേണ്ടുന്ന പാട്ടും താളവും എല്ലാം ആ ബും ബും കിട്ടണം. ഞാൻ പറഞ്ഞു ഇപ്പം കിട്ടുന്നുണ്ടോ? ഇല്ലും മീനാട്ടിയുടെ അടുത്ത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, ബും ബും. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ പെരാന്തുണ്ടോ നോക്കണമെങ്കിൽ, നിങ്ങളെ ശരീരത്തിലേക്ക് MDMA വരുന്നുണ്ടോ നോക്കണമെങ്കിൽ ഈ നിങ്ങളെ അച്ഛനും അമ്മയെല്ലാം അരീരോ അരീരോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചൊറി വരും. അതേസമയം എല്ലും മീനാട്ടി ബും 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 ബുഷ്കാ ഡിഷ്കാ ഡു ഡാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുളിർമ വരുന്നുണ്ടെങ്കിൽ പെരാന്ത് തുടങ്ങി. പറഞ്ഞ മനസ്സിലായോ? രണ്ടാമത്തെ ഈ ചെക്കനോട് ഞാൻ ചോദിച്ചു എനിക്ക്, അപ്പോൾ അവനെ ഇപ്പോൾ എന്നിട്ടും അവൻ രക്ഷപ്പെട്ടില്ല. എന്താ ഇതിൻ്റെ പ്രശ്നം എന്നറിയോ? ഇതിൻ്റെ പ്രശ്നം എന്നറിയോ? കുട്ടിയൊക്കെ എന്തിനാ വെറുതെ കൊടുക്കുന്നതെന്നൊരു സംശയമില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് വെറുതെ തരേണ്ട ആവശ്യമുണ്ട് 5000 റുപ്യൻ്റെ? നിങ്ങൾക്ക് വെറുതെ തന്നാൽ 48 മണിക്കൂർ ഇത് നിങ്ങളെ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം വീണ്ടും നിങ്ങളുടെ നാവിൻ്റെ തുമ്പത്ത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വയലന്റ് ആയിരിക്കും, ഭ്രാന്ത് വരും. സെരിബെല്ലോം ഗിരിബെല്ലോ ഒന്നുമില്ല. പിന്നെ തലച്ചോറിന് പിന്നെ ആരാണെന്ന് മനസ്സിലാവില്ല. ഇത് കാമുകനാണോ കാമുകിയാണോ അച്ഛനാണോ അമ്മയാണോ ഒന്നും മനസ്സിലാവും. അഫാനിപ്പോ എങ്ങനെയാ കൊന്നേന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സാധനം ഉപയോഗിച്ച് ഇത് കിട്ടാതാവുമ്പോൾ ഓൻ പൈസക്ക് ചോദിച്ചപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും പൈസക്ക് ചോദിച്ചിട്ടുണ്ടാവുക. ഈ പൈസ കിട്ടൂല എന്ന് ഉറപ്പായപ്പോ പറഞ്ഞോ മേ ബി അതായിരിക്കും ആ സാധനം. സുബൈദന്റെ മോനെ എങ്ങനെയാ കൊന്നിട്ടുണ്ടാവുക? ഈ സാധനം കിട്ടാതാവുമ്പോ ഓൻ മനുഷ്യനല്ലാതാവും. ഓന്റെ മുമ്പിൽ അമ്മയില്ല, അച്ഛനില്ല, മാഷില്ല, ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഭീകരത മനസ്സിലായോ? 4 വയസ്സുള്ള ആര്യ എന്ന് പറയുന്ന പെൺകുട്ടീനെ അവളുടെ അച്ഛൻ 4 വയസ്സുള്ള ആര്യ എന്ന് പറയുന്ന പെൺകുട്ടീനെ അവളുടെ അച്ഛൻ കൊല്ലന്റെ ആലയിൽ പോയി മഴു സ്വന്തമാക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന് ആര്യയുടെ തല ഇങ്ങനെ മുറിച്ച് 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 പൂങ്കല പോലെ കൊത്തി മരിക്കുമ്പോ ആ ചോര ഇങ്ങനെ ചെതറുമ്പോ അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ ആ ചെയ്ത ശക്തിയുടെ പേര് രാസലഹരി എന്ന. ആ പീഡിയയിലെ കച്ചവടക്കാരനെ ലോഡ്ജിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് മാർബിൾ മുറിക്കുന്ന മിഷൻ കൊണ്ട് ആ മനുഷ്യനെ 18 വയസ്സുകാരി തറച്ച് മാറ്റി 1 റുപ്യന്റെ സഞ്ചിയിലാക്കി ഈ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചാടിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചാടിച്ച ശക്തിയുടെ പേര് MDMA എന്നാണ്. അതുകൊണ്ട് നിങ്ങളെ കഴുത്തുമേൽ തലയുണ്ടോന്ന് നോക്കിക്കോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രഗിന്റെ പേര് റേപ്പ് ഡ്രഗ് എന്നാ. എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രഗിന്റെ പേര് പാർട്ടി ഡ്രഗ് എന്നാ. പാർട്ടി ഡ്രഗിന്റെ പ്രത്യേകത എന്താ? ഇവിടെ DJ പാർട്ടി തുടങ്ങിയ DJ പാർട്ടി ഇല്ല. ആ ബുഷ്ക ഡിഷ്ക എന്ന് പറയുമ്പോൾ തുള്ളി കളിക്കുന്ന ഒരു പാട്ടില്ല ഇവിടെ. ഈ ഡ്രഗിന്റെ പ്രത്യേകത എന്ന് അറിയോ? ഈ DJ പാർട്ടിക്ക് നിങ്ങൾ പോയിട്ടുണ്ടാ? ഈ സ്കൂളില്ല, വെറും പൊട്ട സ്കൂളാട്ടോ ഇത്. അത് വെക്കണം, എന്നാ മാത്രമാണ് എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങളെ കൊല്ലാൻ പറ്റൂ. ഇതെന്തിനാ ഇങ്ങനെ വില കൊല്ലാണ്ട് നിൽക്കുന്ന? നിങ്ങൾ ചാവണം എന്നാ എനക്ക് ചാവൂല. നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലണം. ഇവിടുത്തെ മാഷന്മാരെല്ലാം കൊല്ലണം, നിങ്ങളെ അച്ഛന്മാരെല്ലാം കൊല്ലണം. എന്നിട്ട് വേണം നാടിന് പേരുണ്ടാക്കിയെടുക്കാൻ. ഈ DJ പാർട്ടിക്ക് നിങ്ങൾ പോകുമ്പം DJ പാർട്ടിനെ കണ്ടിട്ട് നിങ്ങൾ DJ പാർട്ടിന്റെ സ്പീക്കേഴ്സ് എല്ലാം ഭയങ്കര സ്പീക്കേഴ്സ്. ഈ അമ്പലത്തിലെല്ലാം ഇപ്പൊ ഇല്ലേ ശ്രീരാമ രാമ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടില്ല? ബുഷ്ക ഒരു വണ്ടിമേ ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സ്പീക്കറിന്റെ മുമ്പിലേക്ക് നമ്മളങ്ങ് പോയാലില്ലേ നമ്മളും തുള്ളിപ്പോവും. തുള്ളാണ്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരാന്തായിരിക്കും, തുള്ളിപ്പോവും. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഒരു മനുഷ്യൻ എത്ര പാട്ടിന് തുള്ളാൻ പറ്റും? മാക്സിമം എത്ര പാട്ടിന് തുള്ളാൻ പറ്റും? മാക്സിമം 3. ഒന്നും കൂടി ആഞ്ഞു പിടിച്ചാൽ 5. അതിനപ്പുറം തുടർച്ചയായി നിങ്ങൾക്ക് തുള്ളാൻ പറ്റൂല. പക്ഷേ DJ പാർട്ടിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ തുള്ളുന്ന പിള്ളേർക്ക് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചോറ് തിന്നും വൈകിപ്പോയി. അപ്പൊ അങ്ങ് പോയിട്ട് ചോറ് തിന്നിട്ട് വരുമ്പോൾ അവിടെ DJ പാർട്ടി തുടങ്ങി. ഞാനും അതിന്റെ ആ സ്പീക്കറിന് മുമ്പ് പോയപ്പോൾ എന്നെ സ്പീക്കർ അങ്ങ് വലിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല, കാരണം എന്താ എന്നോടും തുള്ളിപ്പോവും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു അമ്മ പറഞ്ഞൊരു വർത്താനമുണ്ട്. ആ ചെക്കനില്ലേ തുള്ളുന്നേ, എൻ്റെ മോനാ, തുടക്കം മുതലേ തുള്ളുന്നുണ്ട്. ഓൻ്റെ ബേക്കിലുള്ളത് ഓൻ്റെ അച്ഛനാ,
ഓറാഞ്ഞു തുള്ളുന്നുണ്ട്. ഓലിക്കെല്ലാം പണ്ടേ ഒരു കല ഉണ്ട്, കല. ഞാനിങ്ങനെ നോക്കുമ്പോൾ രണ്ടും മൂത്ത MDMA. ആ അമ്മക്ക് പാവം അത് മനസ്സിലായിട്ടില്ല. അപ്പം ഇന്നു മുതൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഒരു സാധാ മനുഷ്യന് തുള്ളാൻ പറ്റുന്ന പാട്ടിൻ്റെ എണ്ണം എത്രയാ? ഇനിയിപ്പം DJ പാർട്ടിക്ക് കസേല ഉണ്ടാവില്ല. കസേല ഉണ്ടാവുമോ? നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഈ പൊട്ടനായി ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇത്രയും നേരം കസേലമ്മ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിപ്പിച്ചിട്ടായി ക്ലാസ് എടുക്കുന്നെങ്കിൽ എത്ര ആൾ കേൾക്കും? കേൾക്കുക? കുറേ ആൾ ഇങ്ങനായി, കുറേ ആൾ ഇങ്ങനായി, കുറേ ആൾ പിന്നെ ആൾ ഇരുന്ന് കിടന്ന്. പക്ഷെ DJ പാർട്ടിയിൽ കസേര ഇല്ലാതെ നിങ്ങൾ 5 മണിക്കൂർ നിൽക്കും. അങ്ങനെ ഒരു മനുഷ്യന് നിൽക്കണമെങ്കിൽ തലച്ചോറുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു വേണം. പറഞ്ഞ മനസ്സിലായില്ലേ? ആ സാധനത്തിൻ്റെ പേരാണ് MDMA. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രണയം നമ്മുടെ കുറേ നടക്കുന്നത്. ആ കാട്ടുകുറ്റിയിലെല്ലാം കുറേ ആണ്. നമ്മളെ ആ സരോവരം പാർക്കിലെല്ലാം പോയില്ലേ നിങ്ങൾ? ഈ സരോവരം പാർക്കിൽ എങ്ങനെയാണ് പെൺകുട്ടികൾ പോകുന്നത്? മനസ്സിലായിക്കോ നിങ്ങൾ ഇന്നോട്ട് മനസ്സിലായിക്കോ. 9ാം ക്ലാസ്സിലെ എൻ്റെ നാട്ടിലെ ചെക്കന് ആ ചങ്ങാതി ഇത് കൊടുത്താൽ എന്താ പ്രത്യേകത? 48ാമത്തെ മണിക്കൂറിൽ ഇത് വീണ്ടും കിട്ടണം. മനസ്സിലായില്ലേ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ വയലൻ്റ് ആവും എന്നാണ് പറയുന്നത്. ഇവൻ ഏടുന്ന് കിട്ടും? ഞാൻ ഒറ്റ എക്സാമ്പിളിലൂടെ പറയാം. എനിക്ക് ഈ കുട്ടി, ഞാൻ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു മുട്ടായ്മൽ ഈ സാധനം പുരട്ടി എനിക്ക് തന്നു. ഇനി തിന്നോ ഇല്ലയോ? സ്വാഭാവികമായിട്ട് ഇത്ര ആളെ മുമ്പിൽ നിന്ന് തരുമ്പോൾ ഞാൻ ഇതൊന്നും അറിയില്ല എങ്കിൽ ഇനി തിന്നും. ഇനി അറിയോ, അയ്യോ എനിക്ക് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, എല്ലാവരും കാണുമ്പോൾ ബ്ലെന്ന് പറഞ്ഞങ്ങ് തിന്നും. തിന്നാൽ എന്ത് സംഭവിക്കും? 48 മണിക്കൂർ സന്തോഷത്തിൻ്റെ ലോകത്ത് എനർജി. 48ാമത്തെ മണിക്കൂറിൽ എന്ത് സംഭവിക്കും? വിഡ്രോവൽ സിൻഡ്രോം. അതായത് ഇത് കിട്ടാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇനി വരും. എനിക്കിത് ഇനി എവിടെ വരും, ഇത് വാങ്ങണമെങ്കിൽ എൻ്റെ വീട് എനിക്കറിയോ? പക്ഷേ 48ാമത്തെ മണിക്കൂറിൽ ഈ കുട്ടി എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ശക്തിയുടെ പേരാണ് MDMA. നിങ്ങൾ ഈ ടൗണിൽ ഇറങ്ങുമ്പോൾ കുറേ ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ ഈ ഉപ്പും ചാക്ക് പുറത്തിട്ട പോലെ പോകുന്ന കണ്ടിട്ടുണ്ടോ? ബൈക്കുമ്മൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ പോകുന്നതെന്നറിയോ? ഉള്ളിലായിരിക്കുന്നുണ്ടോ വിശുദ്ധ പ്രണയാതെന്ന്? ഈ സാധനം കൊടുത്ത് ഈ സാധനം കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഏടിയാ വണ്ടി എന്ന് ചോദിച്ച് നിങ്ങൾക്കൊരാൺകുട്ടി വേണമെന്നേ ഇല്ല. ഈ സാധനം തരുന്നവൻ്റെ പുറകെ നടക്കും. അത് നിങ്ങൾ അമ്മയായാലും നടക്കും, നിങ്ങൾ അച്ഛനായാലും നടക്കും. നിങ്ങളായാൽ പിന്നെ പറയണ്ടല്ലോ. സംഭവം മനസ്സിലായോ? അങ്ങനെ തലച്ചോറ് നശിച്ചു പോകുന്ന ഒരു ജന്മങ്ങളായി മാറരുത് നിങ്ങൾ. ഇത് നിങ്ങൾ കാണാത്തോണ്ടാ. ആ പേരാമ്പ്രയുള്ള 9ാം ക്ലാസ്സിലെ ചെക്കൻ ഇത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ബാക്കി പറ. 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം വേണം. ഈ ചെക്കൻ അവിടത്തേക്ക് പോയി, ആ ചങ്ങാതി കൊടുത്തില്ല. 48ആയി, 48.5ആയി, അതോടുകൂടി ഇവൻ്റെ പിരിമുറുക്കം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ കൊടുത്ത ആ ആള് പറഞ്ഞെന്നറിയോ? നീ നിന്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എടുത്തോണ്ട് വന്നു. ഈ ചങ്ങാതി അവൻ്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എടുത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ടാവോ ഇല്ലയോ? ഉണ്ടാവുമോ? ആ അമ്മ കോഴിക്കോട് ജില്ലയിലുള്ള ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥ അവൻ്റെ അമ്മ. ആ അമ്മ കുളിക്കുന്ന 20 മിനിറ്റ് വീഡിയോ പണ്ടാരക്കാലം കൊണ്ടുകൊടുത്ത്. അതാണ് ഇതിൻ്റെ ശക്തി. അപ്പൊ എന്തിനാ ഈ രാസലഹരിക്കെതിരെ ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാ? മറ്റേ കള്ള് എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങളെ ശരീരത്തിൽ വരൂ. ഈ MDMA പോലുള്ള രാസലഹരി നിങ്ങളെ ശരീരത്തിലേക്ക് വരാൻ നിങ്ങളെ ശത്രുക്കൾ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സിമ്പിൾ ഒരു റിക്വസ്റ്റ്, ആര് തരുന്ന മുട്ടായും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക, ആര് തരുന്ന ഐസ്ക്രീമും ഷെയർ ചെയ്യാതിരിക്കുക. ഇത് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്നറിയോ? അപ്പം നിങ്ങളൊരു കൈകൊണ്ട് എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ലേ എന്നെല്ലാം ചോദിക്കും. ഈ നഖത്തിൻ്റെ ഉള്ളിൽ MDMA ഇട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ? 1 മില്ലിഗ്രാം സാധനം മതി കേട്ടോ. ഇത് 1 മില്ലിഗ്രാം. എത്ര? അപ്പോൾ അതിങ്ങനെ നഖത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾ വെള്ളം തരുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞാൽ നഖം ഒന്ന് മുട്ടിയാൽ ബാക്കി എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് കേരളത്തിൽ ബ്രൂട്ടൽ മർഡർ നടക്കുന്നത്. ബ്രൂട്ടൽ മർഡർ എന്ന് പറഞ്ഞാൽ തറച്ചു കൊല്ലുക, അറത്തു കൊല്ലുക, അമ്മേനെ മോൻ കൊല്ലുക, മോനെ അച്ഛൻ കൊല്ലുക, അച്ഛനെ എല്ലാവരും കൂടി കൊല്ലുക. കാരണം ഈ സാധനം ഉണ്ട് എങ്കിൽ ഇത് തരാണ്ടിരുന്നാൽ മതി. തരാണ്ടിരുന്നാൽ എന്തു ചെയ്യാനുള്ള മതി. ഇനി നിങ്ങൾക്ക് ഇത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള 2-3 തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രം കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനിത് കണ്ടെടുത്തോളം ഇതിനൊരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനുഷ്യനായി ജീവിക്കുക. നിങ്ങൾ മനുഷ്യന്മാരാണോ? മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഉറങ്ങും. മനുഷ്യനാണെങ്കിൽ നിങ്ങൾ രാത്രിയാണോ രാവിലെയാണോ ഉറങ്ങേണ്ടത്? ഒന്ന് പറ. ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണം? എത്ര? ഐശ്വര്യ, നിങ്ങൾക്കിപ്പോൾ എല്ലാം അറിയാട്ടോ. സിഗരറ്റ് വെച്ചാൽ ചത്തും,
മറ്റേത് അറിയാം. ഇപ്പോൾ മനുഷ്യൻ രാത്രി 8 മണിക്കൂർ ഉറങ്ങണം എന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അമ്മ ഉറങ്ങുന്നുണ്ടോ? ഇന്ന് മുതൽ രാസലഹരി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളെ വീട്ടിലെ മനുഷ്യന്മാർ രാത്രി 6 മണിക്ക് എണീക്കണമെങ്കിൽ നിങ്ങൾ രാത്രി എത്ര മണിക്ക് ഉറങ്ങണം? 10 മണിക്ക് ഉറങ്ങണം. ഇന്നു മുതൽ നിങ്ങളെ വീട്ടിൽ അച്ഛനും അമ്മയും നിങ്ങളും 10 മണിക്ക് ഉറങ്ങുന്ന ശീലം ഉണ്ടാക്കുക. നിങ്ങൾ അച്ഛൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ നിങ്ങളെ കൊല്ലാൻ മടിക്കൂല. നിങ്ങൾ അമ്മ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അമ്മ മറ്റുള്ള കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ മടിക്കൂല. നിങ്ങളെ പെങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പെങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആയിട്ട് നമ്മളെ തച്ചു കൊല്ലാൻ മടിക്കില്ല. അതതിൻ്റെ പ്രത്യേകത. ഇതൊരു ഹൊറർ സിനിമ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഒരു കാണാ കഥ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഇതാണ്. അതുകൊണ്ടാണ് പോലീസുകാർക്ക് രാത്രി ഡ്യൂട്ടി എടുക്കാൻ പേടിയാണ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഓൻ എങ്ങനെയാ പ്രതികരിക്കുക എന്നറിയാം. ഇവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ അടിച്ച് കൊന്നുകളി നമ്മളാ. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വൈകുന്നേരം ഇങ്ങനെ പോകുമ്പോൾ ബൈക്കുമ്മലെല്ലാം പോകുന്ന ചില ആളാ ഒന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞു നോക്ക്, ഓൻ ഇറങ്ങി വന്നങ്ങ് അടിച്ചളിയും. ഒരു പ്രകോപനം ഇല്ലാണ്ട് ഓൻ വല്ലാണ്ട് വയലൻ്റ് ആവും. അങ്ങനെ വയലൻ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾ രാത്രി ഉറക്കം വരില്ല. 48 മണിക്കൂർ ഉറക്കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കൂല, പക്ഷെ എപ്പോഴും തണുത്ത വെള്ളം നിങ്ങളെ കയ്യിലുണ്ടാവും. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ 10-12 മണിക്ക് ഒരു 12ാം ക്ലാസ്സിലെ ചെക്ക് രാത്രി 12:45 ജ്യൂസ് കുടിക്കാൻ പോകുന്നു. ഞാൻ ചോദിച്ചു ഇഞ്ഞേടിയാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ജ്യൂസ് കുടിക്കുവേ. ഞാൻ പറഞ്ഞു മനുഷ്യന്മാർ 10 മണിക്ക് ഉറങ്ങണ്ടേ, എൻ്റെ അമ്മക്ക് അറിഞ്ഞൂടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞാണ് ഓൻ എപ്പോൾ 1:30 മണിക്കാ ജ്യൂസ് കുടിക്കാൻ പോവാ, ഇന്ന് അരമണിക്കൂർ നേരത്തെയാന്ന്. ആർക്കാ കിട്ടേണ്ടത്? അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് സംരക്ഷിക്കാനേ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ മകൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഓൻ 10 മണിക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് 10 മണിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾക്ക് എന്തോ പരാന്തുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഇതിനെതിരെ ഒരു പോരാട്ടം സൃഷ്ടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു റൂമിൽ കിടക്കുക. അതാണ് ഞാനിന് വേണ്ട സൊല്യൂഷൻ. എൻ്റെ മക്കൾ മൊബൈൽ ഫോണിൽ നശിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഓൻ എൻ്റെ കൂടെ കിടക്കണം. വേണ്ടേ? എൻ്റെ ഭാര്യ ഇനിയിപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ എന്തെങ്കിലും തരികിടുണ്ടെങ്കിൽ എനിക്കറിയണമെങ്കിൽ എൻ്റെ കൂടെ കിടക്കണം. രാത്രി വാതിലിട്ട് അടച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇനി നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ചുണ്ട് ഡ്രൈ ആവും. ചുണ്ട് എങ്ങനെയുണ്ടാവുക? ഡ്രൈ ആവും. കണ്ണുള്ളിലേക്ക് ഇറങ്ങിപ്പോവും. 3ാമത്തെ പ്രത്യേകത രാത്രി ഉറങ്ങൂല, രാവിലെ പോത്തിനെ പോലെ കിടന്നുറങ്ങുക. കുളിക്കാൻ മടി, പല്ല് തേക്കാൻ മടി, ഇടക്കിടക്ക് പല്ലിനിങ്ങനെ മുട്ടി നോക്കുക. MDMA ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പല്ല് ചെറുതായി പൊടിയും. 6 മാസം കഴിയുമ്പോൾ ഇത് ആടാൻ തുടങ്ങും. മനസ്സിലായില്ലേ? പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ചപ്പള നടക്കുവാനാണ് ഇഷ്ടം ഉണ്ടാവുക. മുടിയും ശരിയായി ഒതുക്കാൻ താല്പര്യം ഉണ്ടാവില്ല, വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, കുളിക്കൂല, ബുക്ക് കാണുമ്പം ചൊറി, വാട്സപ്പ് മൊബൈൽ ഫോണെല്ലാം കാണുമ്പം ചിരി, അച്ഛനെയും അമ്മേനെയും തെറി വിളിക്കുക, അടിക്കുക, അനിയനെ പിടിച്ച് ഉരുട്ടിയിടുക, കിട്ടിയ സാധനം എടുത്ത് നശിപ്പിക്കുക, ഇടക്കിടക്ക് പൈസക്ക് ചോദിക്കുക. അതെല്ലാം ഇതിൻ്റെ ലക്ഷണം. പറഞ്ഞ മനസ്സിലായില്ലേ? അവൾ ഇന്നോട്ട് നോക്കിക്കോളുമല്ലോ. അപ്പം നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി പറഞ്ഞ അമ്മ 10 മണിക്ക് ഞാൻ ഉറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്ന് പറയുക. ഇത് മാത്രമാണ് ഞാൻ ഇതിന് കാണുന്നൊരു സൊല്യൂഷൻ. പോലീസ് അതിൻ്റെ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഈ രാസലഹരിക്കെതിരെ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നമ്മൾ കൊടുത്ത പേര് യോദ്ധാവ് എന്നാണ്. നിങ്ങൾ യോദ്ധാക്കളാവാൻ തയ്യാറുണ്ടോ? യെസ് ഓർ നോ? ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി പറയാം. ഒരാൾ ഈ ക്യാമ്പസിൽ ഇത് ഉപയോഗിക്കുന്നത് ഉണ്ട് എങ്കിൽ ഓൻ 1 കൊല്ലം കൊണ്ട് 9 ആളെ ഈ ലോകത്ത് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഓൻ 9 കുടുംബത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ യോദ്ധാക്കളെ പോലെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. യോദ്ധാവ് ഒരു വാട്സപ്പ് നമ്പറാണ് 99 95 96 6666. ഇതാണ് യോദ്ധാവിൻ്റെ നമ്പർ. എത്ര നമ്പർ? 99 95 96 6666. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ? ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം ഉപയോഗിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. കോഴിക്കോട് പോലീസ് ഒന്നുമല്ല അത് കൈകാര്യം ചെയ്യുക. തിരുവനന്തപുരത്തുള്ള രഹസ്യ ഒരു വിഭാഗത്തിലാണ് അത് എത്തുക. അത് ഒരു യോദ്ധാവിൻ്റെ കയ്യിലേക്ക് ഇത് കൊടുക്കും. അവർ ഈ ചങ്ങാതിനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ മെസ്സേജ് പാസ് ചെയ്ത ഒരു ഹൃദയമുള്ള മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടാവണം. ഈ നാട്ടിലുള്ള 9 കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റി എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ
ഈ യോദ്ധാവിനോട് പറയാൻ കഴിയില്ല. അതിൽ മെസ്സേജ് അയക്കാനേ പറ്റുള്ളൂ. സംസാരിക്കണമെങ്കിൽ 94 97 97 97 94 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുക. ഈ നാടിൻ്റെ രക്ഷയ്ക്ക് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇല്ല എങ്കിൽ നാളെ നമ്മൾ വീണ്ടും ഒരു ഭ്രാന്താശുപത്രിയിലോ അല്ലെ നിങ്ങളെ വീട്ടിലൊരു ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെയോ നമുക്ക് കാണേണ്ടി വരും. ഭീകരത മനസ്സിലായല്ലോ? ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഇന്ന് തുടങ്ങിക്കോളുമല്ലോ. പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കണ്ട. എന്ത് ചെയ്യരുത്? നാശത്തിലേക്ക് പോയി പോകരുത്. കള്ളു പോലെയല്ല, കഞ്ചാവ് പോലെയല്ല, ഭീകരമാണ് സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. എന്തായാലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ നന്നാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ ജയിലിൽ വരും. ഇത് ഉപയോഗിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഭ്രാന്താശുപത്രിയിൽ വരും, ഇല്ലെങ്കിൽ ഒന്നുകിൽ ഭ്രാന്താശുപത്രി അല്ലെങ്കിൽ ജയിൽ, രണ്ടിടത്ത് ഞങ്ങൾ പോവാം. ആ ജയിലിലും ഭ്രാന്താശുപത്രിയിലും പോയാൽ നമ്മൾ വീണ്ടും കാണുമോ? വീണ്ടും കാണുമോ? തീർച്ചയായും കാണും. നിങ്ങൾ ജയിലിൽ വരുമ്പോൾ കേരളത്തിൽ ഏത് ജയിലിലായാലും 3-ാമത്തെ ഞായറാഴ്ച 2 മണിക്ക് എൻ്റെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട് ജയിലിൽ. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളവിടെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവുമോ? എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല. ആ ബോച്ചേൻ്റെ ഡ്രസ്സ് പോലത്തെ യൂണിഫോമാണ് ജയിലിൽ. അവിടെ കസേലയില്ല. ബോധവൽക്കരണ ക്ലാസ്സിന് നിലത്തിരുന്നിട്ടാണ് ക്ലാസ് കേൾക്കേണ്ടത്. ഞാൻ പുറകു വശത്തൂടിയാണ് വരിക. അപ്പം എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ? മനസ്സിലാവുമോ? അങ്ങനെ മനസ്സിലായാലും നിങ്ങൾ ഇങ്ങനെ വിളിക്കണം. അപ്പം ഞാൻ നിങ്ങളങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പറയണം വേദവ്യാസ, വേദവ്യാസ എന്ന് പറയണം. അപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ ക്ലാസ് കേട്ട ഒന്നും കൂടി ജയിലിലെത്തിയെന്നും ഭ്രാന്താശുപത്രിയിലെന്നും എത്തി എന്നുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് കാണണം. ഇവിടെ വെച്ച് കാണണം. കാണുമോ? കാണാതിരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? നിങ്ങൾ. അപ്പം സംഗതിയെല്ലാം മനസ്സിലായല്ലോ. എന്തായാലും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും സമയം നിങ്ങൾക്ക് എന്നെ കൊല്ലണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അസ്വസ്ഥതകളില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം വരെ വലിയ ഭ്രാന്തൊന്നും വന്നിട്ടില്ല. അതേപോലെ നിങ്ങൾ അച്ഛനെയും അമ്മേനെയും ചേർത്ത് പിടിക്കാൻ, ചേർത്തിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ലോകമുണ്ടാവട്ടെ, അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്നതായി സ്കൂൾ ലീഡർ ആദിത്യയെ ക്ഷണിക്കുന്നു. Namaste. Good afternoon, everyone. It's my honor and privilege to propose the vote of thanks for this Anti-Drug Day. First and foremost, I would like to express my heartfelt gratitude to our chief guest of the day, Sri Rangesh Kadavath, for taking out his busy schedule to be with us today. Your words were not only insightful, but also deeply inspiring. Your message has truly reminded us of the urgent need to stay away, stay strong, and say no to drugs. Thank you, sir. I would like to thank our respected principal, Sri M. Jyothishan sir, for his presence today. I would also like to thank our head organizer, Srimati Mrudula teacher, organizing committee, for unwavering support and guidance in organizing this event. Thank you, ma'am. To all the teachers and staff, thank you for your coordination and support. And of course, a big thank you to all the students and attendees. Your active participation and thought engagement made the section truly meaningful. Remember, awareness is the first step towards change. Let us carry forward the message of the day to stand against substance abuse and to support those who need help. Let us continue to be the ambassador of free drug and healthy society. Thank you.